യോഗക്ഷേമ സഭ ഇന്നലെ എന്നാണ് എനിക്ക് തന്ന സബ്ജക്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇന്നലെ എന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം തന്നെ വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ 50-ാം വാർഷികം ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ അതല്ല വേണ്ടത്, നമ്മൾ 150-ാം വാർഷികം ആഘോഷിക്കണം എന്നുള്ള ലെവലിലേക്ക് ഒക്കെ എത്തി നിൽക്കുന്ന വിവാദത്തിൻ്റെ ഭാഗത്ത് എത്തി നിൽക്കുന്നു. ഞാനതിനൊക്കെ വിഘടിത അഭിപ്രായക്കാരനാണ്. കാരണം ഒന്ന്, അതുകൊണ്ടാണ് എനിക്ക് പഴയ ഇന്നലെ പറയുമ്പോൾ 908 മുതൽ യോഗക്ഷേമ സഭയുടെ ചരിത്രം ഒരു 3 ഘട്ടമായി തിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എത്ര നേരം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്കതിൻ്റെ കാരണം അറിയോ? ഞാനിതിന് നോട്ട് എഴുതി കൊണ്ടുവന്ന് ഏതാണ്ട് 16 പേജുണ്ട്. ഇത് മുഴുവൻ പറഞ്ഞിട്ട് പ്രവൃത്തിയിരുന്ന എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസക്ത ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മതി എന്ന് തോന്നുമ്പോൾ ബഹുമാനപ്പെട്ട ദേവനും കേടിയൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിർത്താറായാണ് പറഞ്ഞാൽ അവിടെ നിർത്തുക, സമയം ഉണ്ടാകുന്നുള്ള മട്ടാണ്. കാരണം അത്രയധികം പറയാൻ യോഗക്ഷേമ സഭയുടെ ചരിത്രം ഒരു മൈക്കിന് മുമ്പിൽ അങ്ങനെ പറയാൻ തുടങ്ങിയ ദിവസങ്ങളോളം പറയാം. പണ്ട് എൻ ഡി മാഷ് സാറ് അക്ഷരശ്ലോക പരിഷത്തിൻ്റെ ഒരു ഇതിൽ പറയണ്ടായി, 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശ്ലോക നിശ നടത്തി ചെന്നപ്പോൾ മാഷെ ഇപ്പം എങ്ങനെയാ എനിക്ക് തീയിട്ടമാതിരി നീറിങ്ങനെ വരുന്നോ, ഇത് അത്രേ എത്തിയിട്ടുള്ളൂ 3 ദിവസം കഴിഞ്ഞിട്ടേ എന്ന പോലെ യോഗക്ഷേമ സഭയുടെ ചരിത്രം നമ്മൾ പറയാൻ തുടങ്ങി ആ നീറിയ മട്ട ഇത് തീരലില്ല. അപ്പം അതുകൊണ്ട് വളരെ സംക്ഷിപ്തമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3 ഘട്ടം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 908 മുതൽ 1908 പഴയ നമ്പൂതിരി യോഗക്ഷേമ സഭ എന്ന പ്രസ്ഥാനം ഇവിടെ ഉടലെടുക്കുന്നത്. അതുമുതൽ 947 ഏതാണ്ട് 48 ആ പ്രസ്ഥാനം ഏതാണ്ട് തിരശ്ശീലയ്ക്ക് പുറകിലേക്ക് പോയി സജീവ പ്രവർത്തനം അവസാനിപ്പിച്ചു. എന്നാൽ അങ്ങിങ്ങായി ഒട്ടനവധി സഭകളും പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചെന്നത് ഞാൻ ഡീറ്റെയിലേക്ക് കടക്കുന്നുണ്ട്, തുടർന്ന് ഞാൻ വീണ്ടും പറയാം. അതിനുശേഷം 48 മുതൽ 976 വരെയുള്ള ഒരു കാലം, ആ കാലത്ത് ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ, പണ്ട് നമ്പൂതിരി യോഗക്ഷേമ സഭ എന്ന ഒരു പ്രസ്ഥാനം മാത്രമായിരുന്നു സമുദായത്തിനുണ്ടായിരുന്നതെങ്കിൽ 48 മുതൽ 76 വരെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ വിവിധ തരം പ്രസ്ഥാനങ്ങൾ പല പ്രദേശങ്ങളിലായി നിലനിന്നിരുന്നു. അത് ചുരുക്കം പറഞ്ഞാൽ ഇതുവരെ ആരും രേഖപ്പെടുത്താത്തൊരു ചരിത്രം ആ ഇടയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാൻ അതല്ല, അതിലേക്കല്ല കിടക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കിടക്കാൻ ചെയ്തിരിക്കും. ഞാൻ ഇന്ന് വരെ, അതായത് 76 ഇന്നലെ വരെ, ഇന്നലെയാണല്ലോ പറയേണ്ടതെന്നുള്ളത് ഇന്നത്തെ പറയാൻ വലപേട്ടം ഇവിടെ ഉണ്ടാവുകൊണ്ട് ഇന്നലെ വരെയുള്ള ചരിത്രം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്തുകൊണ്ട് യോഗക്ഷേമ സഭ ആദ്യം രൂപീകരിച്ചപ്പോൾ, അതായത് രണ്ടാമത് 76 രൂപീകരിക്കുമ്പോഴുണ്ടായിരുന്ന ആദ്യത്തെ ഉപസഭ, ആദ്യം രജിസ്റ്റർ ചെയ്ത ഉപസഭ ബാലുശ്ശേരി അവിണിശ്ശേരി ഉപസഭ, ആ സഭയിലെ 2ാമത്തെ അംഗമായി ചേർന്നുള്ള ഞാൻ. 1 കഴിഞ്ഞാൽ 2 എന്നൊന്ന് മെമ്പർഷിപ്പ് എൻ്റെതാണ്. അപ്പോൾ അത്രയും യോഗക്ഷേമ സഭയിൽ പ്രവർത്തന പരിചയമുണ്ട്, അല്ലാണ്ട് മറ്റ് പാഠഭാഗങ്ങളൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സഭാചരിത്രം പറയാൻ ഇന്നും നാളെയൊക്കെ നിന്നിങ്ങനെ പറഞ്ഞാലും ഇത് അവസാനിക്കില്ല. അനുഭവങ്ങളാണ് പറയുന്നത്, ചരിത്രമല്ല, പഠിച്ച അനുഭവങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചരിത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അനുഭവങ്ങളല്ല. അതായത് 48 മുതൽ 76 വരെ അത് ചരിത്രമാണ്. പിന്നെ 76 ശേഷം ഉണ്ടായിരുന്നത് ഏതായാലും ആമുഖം ദീർഘിപ്പിച്ചാൽ പിന്നെ ഈ ചരിത്രം ബാക്കിയാവും. അപ്പം അതുകൊണ്ട് ചരിത്രത്തിലേക്ക് തന്നെ കിടക്കാം. 1908 അതായത് ഒരു 1083 കുംഭമാസം 18-ാം തീയതി ആലുവ ശിവരാത്രി ദിവസം ചെറുമുക്കുമനയിൽ വെച്ചിട്ട് കാപത്തായപ്പുരയിൽ വെച്ച യോഗത്തിലാണല്ലോ ഇത് തുടങ്ങാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്തെന്നെയായാലും ശരി, കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ മറന്നിട്ട് നമുക്കൊരു യോഗക്ഷേമ സഭയുടെ ചരിത്രം പറയാൻ നിർത്തില്ല. കാരണം ഏതാണ്ട് അതിനും മുമ്പ് നമ്പൂതിരിപ്പാടിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ കൂടെ അറിയാൻ ശ്രമിച്ച സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിനു മുമ്പേ, അതായത് കേവലം 35 വർഷക്കാലം മാത്രം ജീവിച്ച ഒരു അഭിനവ ശങ്കരാചാര്യരായിരുന്നു. അതായത് 35-ാമത്തെ വയസ്സിൽ നമ്മ വിട്ടു കഴിഞ്ഞ അദ്ദേഹം. ആ ദീക്ഷണാശാലിയായ മനുഷ്യൻ ഇതിനു മുമ്പ്, അതായത് 1908 ഇത് തുടങ്ങുന്നതിന് 4-5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല വേദികളിലും ഈ കൂട്ടായ്മയെ പറ്റി സംസാരിച്ചിരുന്നു.
പല ഈ ശശിമൂർത്തികൾ പറഞ്ഞ ആളുകൾ വേലികളൊക്കെ ഉണ്ടാകുന്ന വേലികളിലൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമ്മൾ യോജിക്കണം, നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഈ നമ്പൂതിരിമാരുടെ ഒരു കൂട്ടായ്മ. അതാണല്ലോ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ 908 എന്ത് ചെയ്ത് തുടങ്ങാൻ അതിന് മുമ്പ് തുടങ്ങി കൂടെ, അതൊരു കാരണമുണ്ട്. അതാണ് ഈ 276 സഭ തുടങ്ങുന്നതും 908 തുടങ്ങുന്നതും തമ്മിലുള്ള ഒരു ബന്ധം. കൊച്ചി രാജ്യം കാര്യം തത്വത്തിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അനാചാരം ചെയ്യാണ്ടാക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ വേദികളിൽ പ്രസംഗിക്കാറുണ്ട്. ഇപ്പം നമ്മൾ മാത്രമുള്ള വേദിയായതുകൊണ്ട് തന്നെ സത്യം പറയുന്നതിന് മടിക്കേണ്ടതില്ല. സംഗതിയൊക്കെ ശരിയാണ്. ബ്രൂയാൽ സത്യം അപ്രിയം എന്നാണ്. അപ്രിയോ പ്രിയോ എന്നുള്ളത് പിന്നെ നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. എന്തായാലും സത്യം പറയാം. കൊച്ചി രാജ്യത്ത് അന്ന് നടപ്പിലാക്കിയ കുറേ ഈ കുടിയാൻ നിയമം, അതുപോലെ തന്നെ ജമ്മിക്കരം എന്ന് തുടങ്ങിയ നമ്മളെ ബാധിക്കുന്ന ഒട്ടനവധി നിയമപ്രശ്നങ്ങളുടെ ഭാഗത്തിലാണ് സത്യത്തിൽ ഇത് അടിയന്തരമായി ഇങ്ങനെ സംഘടന രൂപീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഉറൂറുണ്ണെന്നും ഒരുപാട് രാജ്യവുമായി തെറ്റുകയും കൊച്ചി രാജ്യത്തിന് വധഭീഷണി വരെ വന്ന് ഇവിടുന്നുമായി ബ്രിട്ടീഷ് മലബാറിലെ, അതായത് പാലക്കാട് ചെമ്പയിൽ പോയിട്ട് താമസാക്കി. ഒരു ചരിത്രമാണ്. കാരണം എന്തുകൊണ്ടത് അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാളെ വധിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യം വരെ രാജാവ് വധിക്കുന്നു, അല്ലെങ്കിൽ കിങ്കരന്മാർ വധിക്കുന്നല്ല, എന്തായാലും വധിക്കപ്പെടും എന്നൊരു സാഹചര്യം വരെ വന്നിട്ടാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്. ആ രൂപത്തിൽ കൃഷ്ണ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് യോഗക്ഷേമ സഭയുടെ ചരിത്രം പറയുമ്പോൾ VK-യും MBA-യും MRV-യും EMS-നെയും ഒക്കെ ഓർമ്മിക്കുന്നതിന് മുമ്പായി ഓർമ്മിക്കേണ്ടത് ആ സ്മര്യ പുരുഷൻ ഉണ്ണി നമ്പൂതിരിപ്പാട് തന്നെയാണ്. അദ്ദേഹം 58 ജനിച്ച് 19 വിട്ടുപിരിഞ്ഞ് കേവലം 35 വയസ്സ് മാത്രം ഉണ്ടായിരുന്നൊരു സമയം കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നും രണ്ടും കാര്യങ്ങളൊന്നല്ല, ഒരുപടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം അത് ഉണ്ണി നമ്പൂതിരിപ്പാടിനെ പറയാൻ പോയാൽ അതിന് വേണം ഒരു ദിവസം. ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാര്യങ്ങൾ പറയാൻ പോയാൽ അതിന് വേണം ഒരു ദിവസം. ഇന്നിപ്പോൾ അതല്ലല്ലോ വിഷയം. കാരണം അദ്ദേഹം കണ്ടുപിടിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊരു പക്ഷേ അത്ഭുതപ്പെടുന്നുണ്ടോ? ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ഇപ്പം അടുത്ത കാലത്ത് വന്നതാ. ഇതൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് 910 കാലത്ത് ഇദ്ദേഹം ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തിയിരുന്നു. മുളയുടെ കമ്പ് തട്ടിയിട്ട് അവസാനത്തെ ഒരു കമ്പ് അവിടെ നിലനിർത്തും. ഈ ഫ്രണ്ടിൽ കൂടെ വെള്ളം കണ്ടുപിട്ടായിരുന്നു നിറച്ച് വെച്ചിട്ട് നിറയെ കമ്പി കൊണ്ട് ഓട്ട കുത്തായിരുന്നു ചൂടാക്കിയിട്ട്. ഏതെങ്കിലും ചരിത്രത്തിൽ പറയുന്നതാണ്, ഓട്ട കുത്തിയിട്ട് അതിങ്ങനെ കെട്ടിവെച്ചാൽ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിനും ഡ്രിപ്പായിട്ട് പോയും വേണം അല്ലേ. ആ ഡ്രിപ്പ് ഇറിഗേഷൻ സ്കീം അന്ന് വിഭാവനം ചെയ്തു. ഒരു നൂറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത് അത്രയും തീഷ്ണാശാലിയായ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്നും നാളെയും പറഞ്ഞാൽ തീരില്ല. ഇത് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ലേഖന പരമ്പരയാണിത്. ഇത്രയും പേരുകൾ മുഴുവൻ നിന്നും വേർപാടിനെ പറ്റിയ ലേഖന പരമ്പര. ഇതൊക്കെ ഞാൻ പറയാൻ തുടങ്ങി ഇതിന് വേണമെങ്കിൽ ഒരു ദിവസം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 908 ഇവിടെയും ഉണ്ടായത്. 76 എന്താണ്ടായി? 70 വന്ന് ഭൂനിയമത്തോടു കൂടി നമ്മൾ അവസരായി ധനപരമായും മറ്റ് സ്വൈത ജീവിതത്തിനടക്കം ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഒന്ന് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലക്കാരനായ KND പറഞ്ഞ മാതിരി ആളുണ്ടോ പറഞ്ഞത് ചെവിക്കൊണ്ടിടുവാൻ എന്നൊരവസ്ഥയിലെത്തി അല്ലേ. അപ്പം നമ്മൾ ആളുണ്ടാകണം, ഇത് പറയാനൊരാളുണ്ടാകണം, അല്ലെങ്കിൽ ഒരു പറ്റം ആളുകളുണ്ടാകണം എന്ന ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് 76 യോഗക്ഷേമ സഭ നൽകിയിരിക്കുന്നത്. അല്ലാതെ മറ്റത് ഈ അനാചാരത്തിനെതിരെ പോരാടിയ അവസ്ഥയൊക്കെ എന്താണെന്നറിയോ? 1919 കൂടിയിട്ട് യുവജന സംഘം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ് ഈ VK-യും EMS-ഉം പോലത്തെ യുവ പ്രതിഭകൾ അതിൽ വരുകയും ഇതിന് സംഘടനയ്ക്ക് ഒരു വിപ്ലവ സ്വഭാവം വരികയും. അന്നാണ് അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും എതിരെ പോരാടുന്നതും അതുപോലെ തന്നെ സ്ത്രീ വിമോചനത്തിനും വേണ്ടിയിട്ടൊക്കെ. നേരെ മറിച്ച് ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയിരുന്നു. സ്ത്രീകളെ അടച്ചിടാനുള്ള, അല്ലാതെ അവരെ പഠിപ്പിക്കേണ്ടതാണ്, വിദ്യ അഭ്യസിപ്പിക്കേണ്ടതാണെന്നുള്ളൊരു നിലപാടിൽ പോയിരുന്നു. പക്ഷേ ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്താനുള്ള സമര പോരാട്ടം നടത്തിയത് VK-യുടെ നേതൃത്വത്തിലാണ്. ഇന്നിപ്പോൾ നിർഭാഗ്യവശാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതിനെ പോയാൽ സത്യം അപ്രിയം 1-2 യോഗത്തിൽ പങ്കെടുപ്പ് നിർഭാഗ്യകരം നിർവട്ടെ. പഴയ യോഗക്ഷേമ സഭ VK-യുടെ കാലത്ത് വീട്ടിൽ ആരംഭിച്ച യോഗക്ഷേമ സഭ. നമ്മുടെ ആൾക്കാരുടെ ആ ചരിത്രബോധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. VK-യാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് എന്ന് വരെ
നമ്മുടെ യുവജനങ്ങൾ ഇന്നും വിശ്വസിച്ചു വരുന്നു. അപ്പോൾ അവരോട് കുറച്ച് ചരിത്രം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, യുഗക്ഷേമസഭ ചരിത്രത്തിന് 3 ഘട്ടമായി തരംതിരിക്കാം. 1908 ആരംഭിച്ച് 48ഓടെ സജീവ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദ്യകാല പ്രവർത്തനം 48 മുതൽ ഇന്ന് നിലവിലുള്ള സഭ ആരംഭിക്കുന്ന 1976 വരെയുള്ള 2ാം ഘട്ടം. അതിൽ തന്നെ 1ാം ഘട്ടത്തിൽ 2 ഘട്ടമാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്. ആദ്യം കുടിയാൻ നിയമത്തിനും ജമ്മികരത്തിനുമൊക്കെ എതിരായി ആ രാജാവിനെതിരെ പോരാടാനുണ്ടാക്കിയ ഒരു സംഘടന. അതിനുശേഷം 1919 യുവജനങ്ങളുടെ ആവിർഭാവത്തോടുകൂടി അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും ഉള്ള, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ള ഈ അനീതികളും അക്രമങ്ങളും എതിരെ പോരാടാനുള്ള ഒരു വിപ്ലവാത്മക സംഘടനയായിട്ട് മാറിയ 2ാം ഘട്ടം. അതിൽ തന്നെ പക്ഷേ എങ്കിലും ഞാനത് 2 ഘട്ടമായി തന്നെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചു. പിന്നെ 76 മുതൽ ഈ വർത്തമാന കാലഘട്ടം, ഇങ്ങനെ 3ആണ്. ഒന്ന് ഞാൻ എന്താ പറയുക, ഇങ്ങനെ വായിച്ചങ്ങനെ പോകുന്നത് വേഗം കഴിയാൻ പറ്റും, അല്ലെങ്കിൽ 1 മണിക്കൂറുകൊണ്ട് തീരില്ല. ഭാഗവതം വായനക്കൊക്കെ പോയാലേ അത് മാത്രമല്ല, പക്ഷേ കുറച്ച് ഹരിനാമകീർത്തനം പാടും, പിന്നെ കുറച്ച് സിനിമ പാട്ട് പാടും, പിന്നെ കുറേ നാട്ടുകാരെ കഥ പറയും, പിന്നെ കഴിഞ്ഞാൽ കുറച്ച് ബാല കളിക്കും എന്ന മാതിരി ഞാനിത് നോക്കാണ്ട് പറയാൻ തുടങ്ങിയതൊക്കെ പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ചരിത്രമായി പറയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിതങ്ങനെ വായിച്ചു പോകും. സമുദായങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസം, ആചാര സംരക്ഷണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയും ആ കാലഘട്ടത്തിൽ കൊച്ചി രാജ്യത്ത് പാസാക്കിയ കുടിയാൻ ബില്ല് മൂലം നമ്പൂതിരിമാർക്ക് പലവിധ ദോഷങ്ങൾ സംഭവിച്ചതിനാലും ഇതിനെല്ലാം പരിഹാരമായി 1883 മുതൽ 1918 വരെ മാത്രം ജീവിച്ചിരുന്ന ദക്ഷിണാചാരിയായ കുറൂർ നമ്പൂതിരിപ്പാടിന്റെയും മറ്റും ശ്രമഫലമായി 1908 ആലുവ പെരിയാറിന്റെ തീരത്ത് ചെറുമുക്ക് പത്തായപ്പുരയിൽ വെച്ച് കൊല്ലവർഷം 1083 കുംഭമാസം 18-ാം തീയതി ശിവരാത്രി ദിവസം നമ്പൂതിരി യോഗക്ഷേമ സഭ നിലവിൽ വന്നു. ദേശമംഗലം വലിയ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രസ്ഥാനം ഒട്ടനവധി പുരോഗമനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. സമുദായത്തിൽ അവകാശ സംരക്ഷണത്തിനായി അന്നത്തെ കൊച്ചി രാജാവിനെ പോലും കുറൂർ നമ്പൂതിരിപ്പാട് ചോദ്യം ചെയ്യുകയുണ്ടായി. തൽഫലമായി ഉണ്ണി നമ്പൂതിരിപ്പാടിനെ കൊച്ചി രാജ്യം വിട്ട് ബ്രിട്ടീഷ് മലബാർ, അതായത് ഇന്നത്തെ പ്രദേശമായ പാലക്കാട് കൊടുമ്പിൽ പോയി താമസിക്കേണ്ടി വന്നു. 1919 നമ്പൂതിരി യുവജന സഭ രൂപീകരിച്ചതോടെ സംഘടനയ്ക്ക് ഒരു വിപ്ലവാത്മക സ്വഭാവം കൈവന്നു. VT, EMS, MB, MRB, ICP എന്ന് തുടങ്ങി ഒരു പറ്റം യുവാക്കളുടെ ശ്രമഫലമായി ആചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുവാൻ സാധിച്ചു. സാഹിത്യസൃഷ്ടിയിലൂടെയും നാടക അവതരണത്തിലൂടെയും ജനഹൃദയങ്ങളിൽ ആവേശം ജനിപ്പിക്കാനും കഴിഞ്ഞു. എന്താണ് ഇതിങ്ങനെ പറഞ്ഞു ഓടിച്ചു പോകുന്നത് വെച്ചാൽ, ഈ ചരിത്രം 1908 മുതൽ 1948 വരെയുള്ള ചരിത്രം നിങ്ങളുടെയൊക്കെ തന്നെ പ്രിയങ്കരനായ മുല്ലനേരി ശിവദാസൻ മാഷ് പുസ്തക രൂപത്തിൽ എഴുതി, അന്ന് ഞാൻ സെക്രട്ടറിയാണ്, ആ കാലത്താണ് പുസ്തക രൂപത്തിൽ എഴുതി പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലിഖിതമായ രേഖ നിങ്ങളുടെ എല്ലാവരുടെയും വശമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ 2ാം കാലഘട്ടത്തിനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്തർജന സമാജത്തിന്റെ പ്രവർത്തനവും ഒട്ടും പുറകിലായിരുന്നില്ല. ഒരുപാട് അന്തർജനങ്ങളെയും പേരെടുത്ത് പറയേണ്ടതൊക്കെ അതിൽ പറയുകൊണ്ട് ഞാനത് പറയാണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നേരത്തെ ഞാൻ നമ്മുടെ പ്രിയങ്കരനായ TRVക്ക് പോലും ഒരു കടലാസ് കൊടുത്തൊക്കെ ആ ചരിത്രത്തിന്റെ ബാക്കിയായിരുന്നു. അരിയാവെള്ളവും അതുപോലെ പർവ്വതീനങ്ങളും എങ്ങനെ തുടങ്ങി ഒട്ടനവധി വനിതകൾ ധീരമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായൊക്കെ തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും ഞാൻ അതിലേക്കൊന്നും അത്ര ആഴത്തിലിറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. 1947 പെരുമനം സമ്മേളനത്തോടെ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ ചിട്ടയായ പ്രവർത്തനത്തിന് മാന്ദ്യം സംഭവിച്ചു. അതാണ് 1ാം ഘട്ടത്തെപ്പറ്റി വളരെ സംക്ഷിപ്തമായിട്ട് ഇതിൽ ചുരുക്കാൻ നിവൃത്തില്ല. അതുകൊണ്ടാണ് ഇത് പറയാൻ തുടങ്ങിയ പടങ്ങൊന്നും അവസാനിക്കില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി ചുരുക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ ക്രീം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി 2ാം ഘട്ടം 1947 ടു 1976. 1947 പ്രവർത്തനം മന്ദീഭവിച്ചു എങ്കിലും പല പ്രദേശങ്ങളിലും പല കാലഘട്ടങ്ങളിലും പല പേരിലും നിലനിന്നിരുന്നു നമ്പൂതിരി യോഗക്ഷേമ സഭ എന്ന പ്രസ്ഥാനം. എന്നാൽ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ തന്നെ വാർഷികങ്ങൾ 1954, 1960, 1961, 1962, 1968 അവസാനമായി 1970 കോട്ടയത്ത് വെച്ച് പോലും പഴയ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ വാർഷികങ്ങൾ നടന്നിരുന്നു എന്നൊരു സത്യം കൂടി വിസ്മരിച്ചുകൂടാ. അവസാനമായി 1979 ജനുവരി 18 മുതൽ 21 വരെ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ 70ാം വാർഷികം കോട്ടയത്ത് വെച്ച് നടക്കുകയുണ്ടായി.
അതിലൊരു കൗതുകം എന്തെന്നറിയും. ആ സമ്മേളനത്തിലൊരു കൗതുകം, BT ഭട്ടതിരിപ്പാടാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ആ കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും BT ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ അധിക്ഷേപിച്ചോ അവഹേളിച്ചോ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ഏതാണ്ട് ഒരു നിരീശ്വരവാദി ലെവലിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ആ വേദിയിൽ തന്നെ നമ്മൾ പിന്നെ നടത്തിയ സമ്മേളനം, ഇത് 79 അന്ന് നമ്മൾ നടത്തിയ സമ്മേളനം എന്തായിരുന്നു ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കൗതുകം മനസ്സിലാക്കുന്നത്. ആ അതേ വേദിയിൽ വെച്ചിട്ട് ഒരു വേദവൈദിക ഭട്ടവൃത്തി സമ്മേളനവും നടക്കുകയുണ്ടായി. ഏർക്കരയ്ക്കായിരുന്നു അതിന്റെ, ഏർക്കര വൈ രാമൻ നമ്പൂതിരിപ്പാടായിരുന്നു അതിന്റെ അധ്യക്ഷം വഹിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു വേദവൈദിക സമ്മേളനം കൂടിയിട്ട് ഒരേ വേദിയിൽ, ആ വൈരുദ്ധ്യാത്മകത ഒന്ന് മനസ്സിലാക്കണം. ഇത് ഒരു പരിധിവരെ നിരീശ്വരവാദത്തിന് വേണ്ടി അല്ലെങ്കിൽ അതികഠിനമായ വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന BT ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്ത് ആ ആവേശം ഉൾക്കൊള്ളിച്ച വേദിയിൽ വെച്ച് നമ്മൾ ഏറ്റവും ആ പുരാതനമായ വേദവൈദിക ശൗചക്രിയകളിലേക്കൊക്കെ തന്നെ വെളിച്ചം വീശുന്ന രൂപത്തിലുള്ള ഒരു സമ്മേളനവും ഈ 3 ദിവസങ്ങളിലായി കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ നടക്കുകയുണ്ടായി എന്ന ചരിത്ര കൗതുകം നിങ്ങളുടെ നിന്ന് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ പ്രവർത്തന മാന്ദ്യത്തോടെ പല പ്രദേശങ്ങളിലും പല പേരുകളിലും നമ്പൂതിരിമാർ സംഘടിച്ച് പ്രവർത്തനം നടത്തിയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടവയെപ്പറ്റി ചുരുക്കി പറയാം. യോഗക്ഷേമ മഹാസഭ, അതാണ് യോഗക്ഷേമ സഭയ്ക്ക് ശേഷം ആദ്യമായി ഉണ്ടായ പ്രസ്ഥാനം. 1957 കുമാരനെല്ലൂർ, കിടങ്ങൂർ, ഓണന്തുരുത്ത് മുതലായ പ്രദേശങ്ങളിലെ നമ്പൂതിരിമാർ യോഗക്ഷേമ മഹാസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അന്ന് രജിസ്റ്റേർഡ് കമ്പനി ആക്ട് പ്രകാരം, അന്ന് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമായിരുന്നില്ല, യോഗക്ഷേമ സഭയുമല്ല കേട്ടോ. നമ്പൂതിരി യോഗക്ഷേമ സഭയും കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള. അതിന്റെ രജിസ്ട്രേഷൻ നമ്പറുകളോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും ഞാൻ എവിടെയും പരിധിയിൽ കിട്ടില്ല. ഞാൻ ഈ ചരിത്രം കുറെ പരിശോധിച്ച് നോക്കി, പക്ഷെ എവിടെയും ഈ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ രജിസ്ട്രേഷൻ നമ്പറോ മറ്റ് രജിസ്റ്റർ ചെയ്തത് ഈ രൂപത്തിലാണ് കണ്ടത്. രജിസ്റ്റർ ചെയ്തു എന്ന് കാണാണ്ട് പല ദിക്കിലും ഇങ്ങനെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു എന്ന് കാണാണ്ട്. അത് കൊച്ചി രാജ്യത്തെ എന്തെങ്കിലും നിയമത്തിന്റെ കീഴിലായിരിക്കാം. ഒരുപക്ഷെ വല്ലഭേട്ടൻ അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തുമായിരിക്കും. തെറ്റാവാം, നിങ്ങളിലുമാർക്കും തിരുത്താട്ടോ. പക്ഷെ എവിടെ പരത്തിയിട്ടും കണ്ടില്ല. രജിസ്റ്റർ ചെയ്തു എന്ന് 1-2 ലേഖനങ്ങളിൽ കണ്ടു. അതായത് ഞാൻ ഏതാണ്ട് ഒരു 80കൾ മുതൽ നടന്ന സംസ്ഥാന സമ്മേളനങ്ങളിലെ സോവനീറുകളൊക്കെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ സോവനീറുകളൊക്കെ പലരും പല കാലഘട്ടങ്ങളിലും നമ്മളെ എന്ന പോലുള്ളവരൊക്കെ എഴുതിയുള്ള കുറെ ലേഖനങ്ങൾ, പരമ്പരകളുടെ ഭാഗമായിട്ട് അതിന്റെ വായിച്ചറിവ് വെച്ചിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കിയത്. എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ ഈ പഴയ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്ത് ആക്ട് പ്രകാരമെന്നോ എങ്ങനെയെന്നോ പറയുന്നില്ല. പക്ഷേ പിന്നീട് അവസാന കാലഘട്ടങ്ങളിൽ പൂമുള്ളി വെച്ച് നടന്ന, അതായത് 1900 വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ സാന്ദർഭികമായി പറയുന്ന 1975 മെയ് മാസം 18-ാം തീയതി പൂമുള്ളി മനക്കൽ വെച്ച് നടന്ന ആ യോഗത്തിൽ ഇതിന് പേരിനെ പറ്റിയൊരു തർക്കം നടന്നു. ഇത് അന്ന് KNS-ഉം KNF-ഉം കൂടി യോജിച്ചിട്ടാണല്ലോ ഇതുണ്ടായത്. അതായത് കേരള നമ്പൂതിരി സമാജം എന്നും കേരള നമ്പൂതിരി ഫെഡറേഷൻ എന്നും ലയിച്ചിട്ടാണ് ഇന്നീ കാണുന്ന രൂപത്തിലുള്ള യോഗക്ഷേമ സഭ രൂപം കൊള്ളുന്നത്. അപ്പോൾ KNS സ്വാഭാവികമായിട്ട് വാദിക്കുമല്ലോ, നിങ്ങൾ ഞങ്ങളിലേക്ക് ജയിച്ചാൽ മതി. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ 2 പാർട്ടി ലയിക്കുമ്പോൾ. ഞാനാണ് വലിയേട്ടൻ. അതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ സാക്ഷാൽ കേരള കോൺഗ്രസ് പൊളിഞ്ഞപ്പോഴും അതുപോലെ കേരള കോൺഗ്രസുകൾ എന്നും വിഭജിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അറിയാലോ, അത് ഞാൻ എന്റേതാണ് വലുത് എന്ന് പറയും. എന്നുള്ളതുകൊണ്ട് KNS പറഞ്ഞു ഞങ്ങളാണ് കേരളത്തിലെ ഭൂരിഭാഗമുള്ള ഒരുപാട് സംഘടനയുണ്ട്, 60-ൽ ഞങ്ങൾ തുടങ്ങിയിട്ടാണ്, അതുകൊണ്ട് എല്ലാവരും ഇതിൽ ജയിച്ച് വിജയപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായി മറ്റൊരു മതം തന്നെയല്ലേ പറയാം. പക്ഷെ അതിന് പകരം അതല്ല. കാലഘട്ടത്തിന് അന്ന് സത്യം പറഞ്ഞാൽ ഈ ചരിത്രം പറയുന്ന പടപ്പയായിരുന്നു അതിന് വളരെ ശക്തമായിട്ട് വാദിച്ചത്. അഡ്വക്കേറ്റ് പടപ്പ നാരായണൻ നമ്പൂതിരിയായിരുന്നു അതിന് ശക്തമായി വാദിച്ചു. പോരാ, നമ്മൾ ഈ 1955 നമ്പൂതിരി ആക്ടിൽ പറയുന്ന മുഴുവൻ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗക്ഷേമം എന്ന ഒരു പേരിൽ മാത്രം ഒരു മറ്റു വാലുകളില്ലാത്ത രൂപത്തിൽ ഒരു സംഘടന മതി എന്ന് വാദിക്കുകയും ഇത് മറ്റൊന്ന് വേണം മറ്റൊന്നില്ല വെച്ചാൽ അതിന്റെ ഭരണഘടന അതിന് ബാധകമാകുക. അതുകൊണ്ടൊരു പ്രശ്നം. കാരണം എന്താ അറിയോ, നമ്പൂതിരി യോഗക്ഷേമ സഭ എന്ന് നമ്മൾ ഇതിന് പേരിട്ടാൽ നമ്മൾ 100-ാം വാർഷികം അല്ലെങ്കിൽ നമ്മളിത് 50-ാം വാർഷികം ആഘോഷിക്കാൻ പാടില്ല, അതിന്റെ 118-ാം വാർഷികമാണ് ആഘോഷിക്കേണ്ടതെന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് മാറി വന്നാൽ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അത് കമ്പനി ആക്ട് പ്രകാശിത. അന്ന് പടപ്പ നാരായണൻ ഒരുപാട് പറഞ്ഞത് മറ്റൊന്നുമല്ല, അതിന്റെ ആസ്തി ബാധ്യതകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും.
ഒരേ രജിസ്ട്രേഷനിൽ നമ്മൾ തുടരുന്ന പക്ഷത്തിൽ അതിനുണ്ടാകുന്ന എല്ലാ ജയപരാജയങ്ങൾക്കും ഉത്തരവാദിത്വം നമ്മളാകും. അതുകൊണ്ട് തന്നെ അത് വേണ്ട, നമുക്കൊരു പുതിയ രജിസ്ട്രേഷനിലുള്ള പുതിയ സംഘടനയെ തുടങ്ങിയാണ്. പക്ഷേ അതിന്റെ പൈതൃകം നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. ഇത് മുത്തശ്ശന്റെ പേരായിരുന്നു എനിക്കിട്ടത്, ഞാൻ മുത്തശ്ശനാവും. മുത്തശ്ശന്റെ പേരാണ് പരമേശ്വരൻ എന്ന് മുത്തശ്ശന്റെ പേരാണ് എനിക്കിട്ടത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുത്തശ്ശനാവില്ലല്ലോ. ആവോ? മുത്തശ്ശനും അനന്തരവായിട്ട് നിലകൊള്ളും. അതുകൊണ്ട് തന്നെ അന്നത്തെ നമ്പൂതിരി യോഗക്ഷേമ സഭ നമ്പൂതിരി യോഗക്ഷേമ സഭയായി നിലകൊള്ളും. 100ാം വാർഷികത്തിന്റെ സമാപനം സമ്മേളനം നടത്തിയപ്പോൾ അതിന്റെ ജനറൽ കൺവീനർ ഞാനായിരുന്നു. അന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു, ഇത് 100ാം വാർഷികം നടക്കുന്നത് നമ്പൂതിരി യോഗക്ഷേമ സഭയുടെയാണ്. പക്ഷേ അതാണ് നമ്മുടെ പൈതൃകം. നമ്മൾ അതിനെ തള്ളിപ്പറയല്ല, നമ്മൾ ആ തറവാട്ടിൽ നിന്ന് പോകുന്ന തന്നെയാണ് ഇവിടെ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് താമസം എന്നുള്ളതുകൊണ്ട് പഴയതിൽ ബാക്കിയാന്ന് പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ പൈതൃകം അതാണ്. നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ 100ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്താ, ഞാൻ അതാണ് ഇത് വായിക്കുക പേരെന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ പറഞ്ഞ ഒട്ടനവധി പറഞ്ഞിരുന്നു, അല്ലേ? അതാണല്ലോ എൻ്റെ സ്ഥിതി. ഇല്ല അതങ്ങനെ തീർന്നു പോയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ എന്ത് സന്ദർഭമായിട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, അങ്ങനെയാണ് ഈ യോഗക്ഷേമം എന്നുള്ള പേര് വന്നത്. പിന്നെ മറ്റൊക്കെ നമുക്കറിയാലോ, ഇതിൽ നല്ലൊരു പേര് തന്നെ ഇടാനില്ല, അല്ലേ? യോഗക്ഷേമം എന്നല്ലാണ്ട് ഇതിലൊരു പേര് ഇനി വേറൊന്നും ഇടാനില്ല. ഇതിലും വലിയൊരു പേര് ഇനി മറ്റൊരു ഡിക്ഷണറിയിലും കാണില്ല. അലബ്ധ ലബ്ധോ ലോക യബ്ധസ്യ പരിപാലനം ക്ഷേമം എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ഈ കെട്ടാൻ ബുദ്ധിമുട്ടുള്ളതിനെ കെട്ടിക്കലും കിട്ടിയതിനൊക്കെ സംരക്ഷിക്കൽ, കയ്യിൽ വന്നതിനെ ഇത് പറന്നു പോകുന്നതിനെ പിടിക്കണം, അതിൻ്റെ ഒപ്പം പിടിച്ചതിനെയൊക്കെ നമ്മൾ വിടാതെ കണ്ട് സൂക്ഷിക്കും വേണ്ടേ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്രയും നല്ലൊരു പേര് ഇതിനുണ്ടായില്ല. പിന്നെ നമ്മൾ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷ, ഇത് ഗവൺമെന്റിന്റെ കണക്കല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷക്കാരൻ നമ്മളാണല്ലോ. ഇത് നമ്മുടെയൊക്കെ വർണ്ണപ്പം എങ്ങനെ ഉണ്ടെന്നില്ലേ? അങ്ങനല്ലേ ഇത് കേട്ടാ? നമ്മുടെയൊക്കെ വർണ്ണപ്പം എത്ര നമുക്കറിയാലോ. പക്ഷെ സർക്കാരിന്റെ ഭാഷയിൽ നമ്മൾ സവർണര. അത് നമ്മളെയൊക്കെ വർണ്ണപ്പം ഏതുപോലെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയത്തില്ല. അതിലേറെ ഭംഗിയുള്ളവരെയും ഈ കൂട്ടത്തിലൊന്നും കാണാനില്ല. പക്ഷെ നമുക്ക് സർക്കാർ തന്ന പേര് സവർണരാണ്, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ന്യൂനപക്ഷം എന്ന് ഞാൻ പറഞ്ഞത് അംഗസംഖ്യയിൽ മാത്രമാണ്. അംഗസംഖ്യയിൽ അപ്പോൾ എന്തുണ്ട്, സമാന സംസ്കാരം ഉൾക്കൊള്ളുന്ന മറ്റുള്ളവരെയും ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് അല്പമെങ്കിലും ശക്തി ഉണ്ടാവുള്ളൂ, അല്ലേ? അത് ഉദ്ദേശിച്ചിട്ടാണെന്ന് അല്ലാത്തവർക്ക് മുഴുവൻ കൊടുക്കാന്ന് പറഞ്ഞത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നേരം വരികയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ 76 സംഘടന തുടങ്ങിയതിന് ശേഷം തന്നെ ഉണ്ടായി. അത് പറ്റില്ല, നമ്പൂരിയാവണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന വി.കെ.യുടെ നേതൃത്വത്തിൽ വേറൊരു യോഗക്ഷേമ സഭ ഉണ്ടാക്കലുണ്ടായി. ഇതൊക്കെ ഒരു 2 കൊല്ലം തെറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വന്നു. ഇനി ആ മഹാസഭയുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ അതിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രവർത്തനം ക്രമേണ വ്യാപിപ്പിച്ച് മാവേലിക്കര മുതൽ ഇരിഞ്ഞാലക്കുട വരെ 30-ൽ പരം ഉപസഭകളായി പ്രവർത്തിച്ചിരുന്നു. അതിലിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇല്ലേ, ഇളപേട്ടനെ പോലെ കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ അറിയണ്ടാവും. അത്രേ ഉള്ളൂ, അല്ലേ? അല്ല, അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ കാലഘട്ടം മാത്രമല്ലേ ഉള്ളൂ. 58-ലാണല്ലോ ഈ സാധനം ഉണ്ടാകുന്നത് തന്നെ. അതുകൊണ്ട് ഞാനൊന്നും അറിയുന്നു പറഞ്ഞാൽ അർത്ഥമല്ലേ. കാരണം 54 മോഡലാണ് ഞാൻ ഈ 58-ൽ നടന്ന 4-ാം വയസ്സിൽ ഇത് അറിയുന്നു പറഞ്ഞാൽ വലിയ പ്രസക്തി ഇല്ലല്ലോ. അതായത് 58-ലാണ് ഈ മഹാസഭ പിന്നെ ഇതുണ്ടായിരുന്നത്. 57-ൽ തുടങ്ങി 58-ല് മഹാസഭയ്ക്കൊരു മുഖപത്രം ഉണ്ടായി, കേരള യോഗക്ഷേമം. സന്ദർഭമായി പറയട്ടെ, ഇത് തന്നെയായിരുന്നു 76-ൽ ഉണ്ടാക്കിയ യോഗക്ഷേമ സഭയുടെയും ആദ്യത്തെ മുഖപത്രത്തിന്റെ പേര്. അത് ഈ കേരള യോഗക്ഷേമം എന്നായിരുന്നു. അത് പിന്നെ നിന്നുപോയി. അതിന്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നുണ്ട്, അവിടെ പറയാം. അപ്പം അതിലേക്ക് ഞാൻ ഇപ്പോൾ പോണില്ല. കേരള യോഗക്ഷേമം എന്ന മാസിക പ്രസിദ്ധീകരണം തുടങ്ങി. B.S. ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു പിന്നെ അതിന്റെ പത്രാധിപർ. തൃശ്ശൂരിൽ വെച്ച് 1962-ൽ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ 54-ാം വാർഷികവും യോഗക്ഷേമ മഹാസഭയുടെ 5-ാം വാർഷികവും സമുചിതമായി ആഘോഷിച്ചു. പഴയ സഭാ നേതാക്കളായ T.K. നമ്പൂതിരി, ചിറ്റൂർ കുഞ്ഞൻ നമ്പൂതിരിപ്പാട് തുടങ്ങി 300-ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ഈ കാലത്താണ് ഊരായ്മ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം സജീവമായത്. യോഗക്ഷേമ മഹാസഭയുടെ പ്രവർത്തകർ മുൻകൈയെടുത്ത് 1965-ൽ തിരുവല്ല ഇളമൺമഠത്തിൽ P.N. നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീശങ്കര ട്രസ്റ്റ് രൂപീകൃതമായി. ഇപ്പോഴും ഒരു തർക്ക വിഷയമാണ് കേട്ടോ. ഇത് അണ്ടിയാണോ മാവാണോ മൂത്തത് എന്നുള്ള തർക്കം ധാരാളം ഇപ്പോഴും നടക്കുന്നു. നൗ ഇറ്റ് ഈസ്
ഇപ്പോഴും ചില കക്ഷികളെ പേരൊന്നും നേരത്തെ പറയുന്നില്ല. ചില കക്ഷികൾക്ക് ഇപ്പോഴും യോഗക്ഷേമ സഭയുടെ വിദ്യാഭ്യാസ വിഭാഗമാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കില്ല. പക്ഷേ ശ്രദ്ധിച്ചോളൂ, 1967 പെരുമ്പാവൂരിൽ ഐരാപുരത്ത് ഒരു കോളേജ് ആരംഭിച്ചു. അത് കഴിഞ്ഞ് ഏറ്റവും തമാശ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ദിവസം കണ്ടു, 67 ശങ്കര ട്രസ്റ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പിലാണല്ലോ മുഴുവൻ. ഏത് തോന്നിയാസം എഴുതാൻ പറ്റിയൊരു സാധനമാണ് ഈ നവമാധ്യമം. അതിലെഴുതി 67 ഇത് ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ സത്യം അതല്ല. 65 രജിസ്റ്റർ ചെയ്താണ് ഈ സാധനം. 67 നമ്മൾ SSV കോളേജ് തുടങ്ങിയത് എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിന്നറിയും, ഈ യോഗക്ഷേമ മഹാസഭയുടെ 60ാം വാർഷികം 1968 ഈ കോളേജിൽ വെച്ചാണ് നടന്നത്. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് ശ്രീശങ്കര ട്രസ്റ്റ് സഭയുടെ വിദ്യാഭ്യാസ വിഭാഗമാണെന്നും എല്ലാവരും അതുമായി സഹകരിക്കണമെന്നും അംഗത്വമെടുക്കണമെന്നും ഒരു പ്രമേയം പാസാക്കി. അപ്പോൾ മനസ്സിലായല്ലോ, ശങ്കര ട്രസ്റ്റ് യോഗക്ഷേമ സഭയുടെ വിദ്യാഭ്യാസ വിഭാഗമാണെന്ന് ഞാൻ പറയുന്നതല്ല. 1968 SSV കോളേജിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ മഹാസഭയുടെ യോഗം പ്രമേയം പാസാക്കിയ. ഇത് 65 തുടങ്ങിയ ട്രസ്റ്റാണല്ലോ. 68 3 കൊല്ലമുള്ളൂ. എൻ്റെ ബാല്യകാല രക്ഷയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സമുദായ അംഗങ്ങൾ അതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നും അതുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഇത് സഭയുടെ ഒരു വിദ്യാഭ്യാസ വിഭാഗമായി പ്രവർത്തിച്ചു കൊള്ളാമെന്നും അന്ന് പറയുകയുണ്ടായി. ഇനി ഞാൻ വടക്കോട്ട് പോവാം. വടക്കോട്ട് പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചരിക്കേണ്ട, കേരള നമ്പൂതിരി സമാജം എന്ന് പറഞ്ഞൊരു സാധനം രജിസ്റ്റർ ചെയ്തിരുന്നു 19/1970. 1970 19ാം നമ്പറായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഇതിന്റെ പ്രവർത്തനം 60കളിൽ തുടങ്ങി. 1960കളുടെ അവസാനത്തിൽ കണ്ണൂർ മുതൽ പാലക്കാട് വരെ വ്യാപിപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന നമ്പൂതിരി സംഘടനയായിരുന്നു കേരള നമ്പൂതിരി സമാജം. അക്കാലത്ത് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന നമ്പൂതിരി വെൽഫെയർ സൊസൈറ്റി കേരള നമ്പൂതിരി സമാജത്തിൽ ലയിക്കുകയാണ് ഉണ്ടായത്. PV നാരായണൻ നമ്പൂതിരി, പൊയിലിൽ വാഴപ്പെട്ടി ഇല്ലമെന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. PV നാരായണൻ നമ്പൂതിരി, OT വാസുദേവൻ നമ്പൂതിരി, ഒടുകിൽ തട്ടയൂര്, മങ്ങത്തായ കൃഷ്ണൻ നമ്പൂതിരി, പ്രൊഫസർ പാലക്കൽ കേശവൻ നമ്പൂതിരി എന്നിവരായിരുന്നു സമാജത്തിന്റെ സ്ഥാപകരിൽ പ്രമുഖർ. 1969 മാമ്പറ്റ താമരക്കുളത്ത് വിഷ്ണു നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ച് കേരള നമ്പൂതിരി സമാജത്തിന്റെ ബൈലോ പരിഷ്കരിക്കുകയും 70 19/1970 നമ്പറായി രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി. പ്രൊഫസർ P കേശവൻ നമ്പൂതിരി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ അധ്യാപകനായി അവിടെ താമസം തുടങ്ങിയത് മുതലാണ് തൃശൂർ ഭാഗത്തേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. ഏതാണ്ട് ഇരിഞ്ഞാലക്കുട വരെ ഇതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മൂർഖനൂർ കൃഷ്ണൻ നമ്പൂതിരിയൊക്കെ അതിന്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഈ പ്രൊഫസർ കേശവൻ നമ്പൂതിരിയും അതുപോലെ തന്നെ PV നാരായണൻ നമ്പൂതിരിയും ഈ ജില്ലയിൽ പല ദിക്കിലും സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ KNSന്റെ പ്രവർത്തനം സജീവമായി നടന്നു വന്നു. ഗുരുവായൂർ കിഴക്കേ നടക്കൽ നിങ്ങളൊരു പക്ഷേ പലരും കണ്ടിട്ടുണ്ടാകാം. ഒരു പക്ഷേ കിഴക്കേ നടക്കലൊരു ഓഫീസുണ്ടായിരുന്നു. അടുത്ത കാലം വരെ അതിന്റെ ബോർഡ് ഉണ്ടായിരുന്നുണ്ട്. ഒരു 25 കൊല്ലം മുമ്പ് വരെ അതിന്റെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ പ്രസ്ഥാനത്ത് നിന്നിട്ട് ഒരുപാട് കാലം ഇന്നലെ ആ ബോർഡ് ഇളക്കി കളഞ്ഞിരിക്കുന്നു. നമ്പൂതിരി കേരള നമ്പൂതിരി സമാജം എന്നൊരു ബോർഡ് അവിടെ ഇങ്ങനെ തൂങ്ങിക്കളഞ്ഞിരുന്നു. ഇതൊരു 10-25 കൊല്ലം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പൊളിച്ചു പോയി, വേറെ കാര്യം. ഏതായാലും കിഴക്കേ നടയിൽ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ KNSന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് നടന്ന വാർഷിക സമ്മേളനത്തിൽ പൂമള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റും പാണ്ടംപറമ്പത്ത് വാസുദേവൻ ഭട്ടതിരി നമ്മൾ PTV സെക്രട്ടറിയും PV നാരായണൻ നമ്പൂതിരി, OT വാസുദേവൻ നമ്പൂതിരി, P കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ മെമ്പർമാരുമായി കേന്ദ്ര കമ്മിറ്റി നിലവിലുണ്ട്. ഇതിന് 3 വർഷം കഴിഞ്ഞത് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഈ കേന്ദ്ര കമ്മിറ്റി വരുന്നത്. അതുവരെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഒരു അസംഘടിത വിഭാഗമാണല്ലോ. ഈ പേരിൽ നടന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ ഒരു സംഘടനയ്ക്ക് രൂപം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മളെ അഭിലാഷ് പറയാൻ പോകുന്നുണ്ട് സംഘടന എന്താണെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഒരു സംഘടിത രൂപം ഉണ്ടാക്കണമെങ്കിൽ അതിന് ആ സംഘടനയ്ക്ക് ഒരു ഘടന വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ആ കേന്ദ്ര കമ്മിറ്റി ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മെമ്പർമാരെ എന്ന് തുടങ്ങിയ ഒരു സംവിധാനം, സംഘടനാ സംവിധാനം നിലവിൽ വന്നത് ഈ 70ഓട് കൂടിയിട്ടാണ്. 1975 ഗുരുവായൂർ വെച്ച് നടന്ന KNSന്റെ 3ാം വാർഷികം. അതിൽ വെച്ച് കേരളത്തിൽ ഉള്ള മുഴുവൻ നമ്പൂതിരി സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയായി പ്രവർത്തിക്കണം എന്ന ശക്തമായ അഭിപ്രായം നിലവിൽ വന്നു.
അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കാരണം 70ഓട് കൂടിയിട്ട് ഭൂനിയമം വന്നപ്പോഴാണല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അന്ന് നമ്മുടെ ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചറിയോ? ഞാൻ വീണ്ടും KNDയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. നീളെ സ്വർഗസുഖം വരാനൊരു മഹായജ്ഞം നടക്കുന്നു, പശുആലംബത്തിനൊരുക്കി നിർത്തിയ മൃഗക്കൂട്ടങ്ങൾ നാമൊക്കെ എന്ന രൂപത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ. നമ്പൂരിമാരെ ചിന്ത അത്രേ പോവുള്ളൂ. കാരണം സാത്വികരാണല്ലോ നമ്മൾ. ഈ സാത്വികർക്ക് മറ്റൊരു രൂപം വരൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വിതയ്ക്കും വയലുകളെല്ലാം നമ്മൾ കൊയ്യും പൈകിളിയെ, അല്ലേ? പാടിയ പാട്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? എനിക്കല്ല, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? ആ രൂപത്തിൽ പാട്ട് പാടി. സംഭവിച്ചെന്താന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടുകൂടി കൃഷി ഇവിടെ നിന്നു, അല്ലേ? കേരളത്തിലെ കൃഷി നശിക്കാനുള്ള കാരണം അതൊരു പക്ഷേ വല്ലപ്പെട്ട സമ്മതാവില്ല. എന്നാലും എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. കാരണം ഒരു കാലത്ത് പാലക്കാടും കുട്ടനാടും ഒക്കെ കേരളത്തിൻ്റെ നെല്ലറയായിരുന്നു. സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള ശേഷിയും ചേമുഷി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഇന്നിപ്പോൾ ആ സ്ഥിതി നമുക്കറിയാലോ. 1 മണി നെല്ല് കിട്ടണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണം, അല്ലേ? 1 മണി ആന്ധ്രയിൽ നിന്നുള്ള ഇത് നിന്നാലേ, ഇറക്കുമതി നിന്നാലേ, അല്ലെങ്കിൽ ലോറി സമരം വന്നാലേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പട്ടിണിയെടുക്കും. ആ ലെവലിലേക്ക് എത്തി. അതുകൊണ്ട് കാരണം എന്താണെന്നറിയോ? ഞാൻ പറയുമ്പോൾ പിന്തിരിപ്പം നയ്യാൻ നിങ്ങൾ ഒട്ടും തെറ്റിദ്ധരിക്കരുത്. അത് തന്നെയാണ്. ഏത്? ഞങ്ങൾ വിതയ്ക്കും വയലുകളെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയേ. ആ പൈങ്കിളി പാടിപ്പോയി. ഇപ്പം എന്ത് സംഭവിച്ചറിയോ? നാരായണത്ത് പാന്തന്റെ കഥ പറഞ്ഞ മാതിരി ഇടത്തേക്കാലം വിലം വന്ന് വലത്തേക്കാലം വില. ഒരു പിടി നമ്പൂതിരിമാരുടെ അല്ലെങ്കിൽ ഈ സോക്കാൾഡ് സവർണറുടെയോ കയ്യിലുണ്ടായിരുന്ന ജമ്മിത്വം എന്ന് പറയുന്നത് ഇപ്പം എന്ത് സംഭവിച്ചു അറിയോ? വലിയ വലിയ ഭൂമാഫിയകളുടെ കയ്യിലായി, അല്ലേ? 1500, 2000, 2500, 3000 ഏക്കർ പ്ലാന്റേഷൻ സ്വന്തമാക്കി വെച്ച ഒട്ടനവധി കമ്പനികളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒട്ടനവധികളുടെ കമ്പനികളുടെ പേര്. ഇപ്പം 2500 ഏക്കർ ഒരു പാർട്ടി, പേരൊന്നും സൂചിപ്പിക്കില്ല, ഒരു പാർട്ടിയുടെ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒരു വിമാനത്താവളം ഉണ്ടാക്കാൻ പോവുക. ഇത് ആലോചിക്കാം. ഇത് ശബരിമല അയ്യപ്പനെ തൊഴാൻ പോകാനേ വിമാനത്താവളം ഉണ്ടാക്കണം. അതിനുള്ള ഒരു സ്ഥലം എന്താണെന്നറിയോ? ഒരു വിഭാഗത്തിന്റെ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുക. സർക്കാരിന്റെ സാധനം എന്നുള്ളത് വേറെ കാര്യം. മനസ്സിലാക്കണം. ഭൂനിയമം നടപ്പിലാവുകയാണെങ്കിൽ ഇതൊക്കെ സർക്കാരിൻ്റെ ആയിരുന്നു. നമ്മളിടത്തുള്ള ഭൂമിയൊക്കെ പിടിച്ചെടുത്തല്ലോ, അല്ലേ? ആ രൂപത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ സർക്കാരിൻ്റെ ആകുമായിരുന്നു. അതൊക്കെ സാന്ദർഭികമായിട്ട് പറഞ്ഞങ്ങനെ നേരം വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദിവസങ്ങളോളം പറയേണ്ടി വരുന്നുണ്ട്. ആ രൂപത്തിലേക്ക് നമ്മൾ അപ്പം എന്തായിരുന്നു? ഇതിൻ്റെ കഷ്ടതകൾ അനുഭവിച്ചു. ഞാൻ മുമ്പൊരിക്കെ ഈ മലപ്പുറം ജില്ലയിൽ ഒരു ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഈ സാധനം ഈ KNDT കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കണ്ടേ. കാരണം അത്രയും എന്നെ ആകർഷിച്ച, അല്ലെങ്കിൽ എൻ്റെ ആ ഉള്ളിൽ തട്ടിയൊരു കവിതയാണത്. കാരണം ആ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു ജന്മി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥ. ഈ ചാക്യാര് പണ്ട് ആ ആട്ടിനും മടിക്കലും കഥ പറഞ്ഞിട്ടില്ലേ? മുണ്ടനാ കൂടിയാട്ടം കേട്ടാൽ മനസ്സിലാവും. ആ ഓലക്കൊടിയും മറ്റേ ഇതുമായിട്ട് പോയിട്ട് ആ ആട്ടറ അവസാനം ഈ ബാഹു എന്ന് പറയുന്ന ആളില്ല, അവസാനം ദേവൻ പറയുന്ന അവസ്ഥയിലേക്ക് വന്നു, അല്ലേ? രാജാവിനെ ആട്ടിലും അടിക്കലും ഒക്കെ തുടങ്ങി. അതാണ് അവസ്ഥ. ആ രൂപത്തിലേക്ക് ഇത് പോയി. അതല്ല സ്ഥിതി. നമ്മളിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചു. കാരണം അന്നൊക്കെ പാട്ടം വരാനുണ്ട്, അല്ലേ? പാട്ടം വരുമ്പോൾ പത്തായം വെറും ചക്കി കുത്തും അമ്മ വെക്കും ഞാൻ ഉണ്ണും. ആ അവസ്ഥയിലായിരുന്നു നമ്മുടെ പൂർവികരൊക്കെ തന്നെ. ഒരു പരിധി വരെ ഞാനും. കാരണം എനിക്കറിയാം, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഏതാണ്ട് ഒരു 10,000-10,000 പറ നെല്ല് പാട്ടാണ് നിങ്ങളുടെ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളവിടെ നിന്ന് വന്നിരുന്ന ഓരോരുത്തർ ഇങ്ങനെ ചാക്കിൽ കൊണ്ടുവന്നില്ല വന്നിരുന്നൊരു കാലം. മനസ്സിലാക്കണം. ആ കാലം പോയി. 70ഓട് കൂട്ടി നമുക്കൊക്കെ നമ്മുടെ പലരുടെയും കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നു. ഇത് എൻ്റെ തന്നെ പറഞ്ഞു, ഇതിലേക്ക് ചുരുങ്ങി പറയുമ്പോൾ മറ്റുള്ളവർ പറയുന്നേക്കാൾ നല്ലത് എൻ്റെ ഉദാഹരണം പറയാനുള്ളൂ. എൻ്റെ തറവാട്ടിലൊക്കെ തന്നെ 1 മണി നെല്ല് കൃഷി കഴിഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ പാട്ടം വളക്കാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പാട്ടക്കാർ ഭൂമി തരാതെ, പാട്ടം വളക്കാതെ, അതുകൊണ്ട് പട്ടിണി. പക്ഷേ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ കുറച്ച് തന്ത്രവും മന്ത്രവാദമൊക്കെ വശം ഉണ്ടാവുകൊണ്ട് അതുകൊണ്ട് അവർ കഞ്ഞി കുടിച്ചു വരും. ഈ ഒരു അവസ്ഥയിൽ ഒട്ടനവധി ആൾക്കാരത് ആ ഇതില്ലേ ഒക്കത്ത് ഉൾക്കടമായി വിശന്ന് കരയും പൊന്നോമനക്കൂഞ്ഞന്, അല്ലേ? ആ കവിത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. കാരണം നമ്മുടെ യോഗക്ഷേമം മാസിക ആദ്യം ഇറങ്ങിയപ്പോൾ 1ാമത്തെ ലക്കത്തിൽ ആദ്യമായി അടിച്ചു വന്നാണത്. നിങ്ങളൊക്കെ അടുത്ത നാട്ടുകാരൻ അമ്പലൂർക്കാരനായിരുന്നു. ഇപ്പോൾ പിന്നീട് വെങ്കടങ്ങളിലേക്ക് മാറിയെങ്കിലും ഈ KND ഇത് നിങ്ങളുടെയൊക്കെ അയൽവാസിയായിരുന്നു അറിയാം. അമ്പലൂർക്കാരനായിരുന്നു. പിന്നീടാണ് നിങ്ങളുടെ വെങ്കടങ്ങളിലേക്ക് അയാൾ താമസം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കവിതയിലാണ് പറയുന്നത്, ആ വിശന്ന് കരയുന്ന കുട്ടി എന്താ നോക്കണത്? അച്ഛൻ എന്താ പാട്ടം പിരിക്കാൻ പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. എന്ത് കിട്ടണു? കാരണം ഇവിടെ ഭൂമി മുഴുവൻ പൈങ്കിളിയുടെ കയ്യിലായി, അല്ലേ?
പൈങ്കിളി പാടിപ്പോയും ചെയ്തു, പിന്നെ ഒന്നുമില്ല. അത് ഇവിടെ വിതച്ചതും കൊയ്തതും ഒക്കെ അങ്ങനെയാണല്ലോ. നെല്ല് വിളഞ്ഞു നിന്നാൽ കിളി അപ്പം കൊത്തിക്കൊണ്ടു. അങ്ങനെ കിളി കൊണ്ടുപോയി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കയ്യിൽ ഒന്നുമില്ലാണ്ട് തിരിച്ചു വരുന്ന നമ്പൂതിരിയെ പ്രതീക്ഷിച്ച് ഒക്കത്ത് വിശന്ന് കറിയുന്ന പൊന്നോമന കുഞ്ഞിനെയായിട്ട് നിൽക്കുന്നു ഈ അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചരിത്രം. അവിടെ എത്തുമ്പോൾ നമ്മൾ സംഘടിക്കാൻ നിർബന്ധിതരാകാണ്. അല്ലാണ്ട് പഴയ സംഘടനമായി അനാചാരങ്ങൾക്കും അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയൊന്നല്ല രണ്ടാമത് നമ്മൾ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ സംഘടിച്ചത്. അപ്പോൾ പലരും അതിനെ നിഷേധിക്കുമെങ്കിലും കാരണം എന്താ പറയുക, പൊതുവേദിയിൽ എപ്പോഴും വിപ്ലവാത്മകമായിട്ട് പറഞ്ഞാൽ മാത്രമേ, പുരോഗമനാത്മകമായി പറഞ്ഞാൽ മാത്രമേ നിലനിൽക്കൂ, അല്ലെങ്കിൽ അതാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവർ ഒരു പക്ഷേ അങ്ങനെ പറയാം. സത്യം സത്യമായി എന്നെ പറയണം, അപ്രിയമാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ആ വേദനയിൽ നിന്നാണ് ഇന്നീ കാണുന്ന യോഗക്ഷേമ സുഖം ഉണ്ടായത് അല്ലേ. അത് പ്രത്യേകിച്ച് ഈ KNS പറ്റി പറയുമ്പോൾ എനിക്ക് കൂടുതൽ പറയേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ ഈ വിഷമം അനുഭവിച്ചത് മലബാർകാരാണ്. ഞാനൊക്കെ ഒരു മലബാർക്കാരെന്നുകൊണ്ട് പറയാം. അവിടെയാണ് ഈ ജമ്മിത്വം വളരെ കൂടുതൽ ഉണ്ടായിരുന്നതും ഈ കുടിയാന്മാരുണ്ടായിരുന്നതും ഈ ഭൂമി നഷ്ടപ്പെട്ടതും. നേരെ മറിച്ച് തെക്കൻ കേരളത്തിലേക്ക് അത് ബാധിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടറിയോ, അവിടെയൊക്കെ ഈ രാജ്യഭരണമായിരുന്നു. രാജാവിന് കപ്പം കൊടുക്കുന്ന അല്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിലിരുന്നു ഭൂമികളൊക്കെ. അതുകൊണ്ട് തന്നെ 1911 പിന്നെ ലവേട്ടൻ കൺവീനറായിട്ട് കാലിൽ വെച്ച് സമ്മേളനം നടന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അതിൽ അവതരിപ്പിക്കണമെന്ന് തീരുമാനിച്ച് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന റവന്യൂ മിനിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കാര്യം പഠിപ്പിക്കാൻ പോയി. ഞാനാണ്, കാളിദാസൻ ഉണ്ടായിരുന്നു, പോയി എന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം തന്നെ ഞങ്ങളുടെ സെക്രട്ടറി പറയും കാര്യമെന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തു. നിർഭാഗ്യവശാൽ അതുകൊണ്ട് തന്നെ ഞാനത്, അല്ലെങ്കിൽ ഭാഗ്യവശാൽ ആ വിഷയം ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും ജമ്മിക്കരമല്ലേ എന്ന് ചോദിക്കുള്ളൂ. ഈ നഷ്ടപ്രതിഫല സംഖ്യ എന്ന സാധനം അല്ലെങ്കിൽ ജമ്മിമാർക്ക് നഷ്ടപ്പെട്ടു എന്നും അതിന് മതിയായ പ്രതിഫലം കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹത്തിന് തലയിൽ കയറുന്നില്ല. അവസാനം എന്ത് പറഞ്ഞൊരു തിരുമേനി ഒരു കാര്യം ചെയ്യും, ആ രവീന്ദ്രനെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ PA ആണ്, ഒരു IAS കാരനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്ന് പഠിപ്പിക്കുക. 3 മണിക്കൂർ നേരം അദ്ദേഹത്തിൻ്റെ ഒപ്പം സംസാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചല്ലേ. സംഗതി വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പഠിച്ചു. ഇവിടെ വന്നു, അവസാനം നമ്മളെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിനൊരു സ്പെഷ്യൽ കമ്മീഷണറെ വെക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾക്ക് ഇന്നത്തെ കാര്യത്തിൽ ഇനി വല്ലവേട്ടം പറയും. ആ കമ്മീഷൻ എന്തുണ്ടായത്, കാരണം കമ്മീഷണർക്ക് ആവശ്യം കാസർഗോഡ് പത്തനംതിട്ടയ്ക്ക് ട്രാൻസ്ഫർ കിട്ടുക മാത്രമായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്ഫർ കിട്ടി, അയാളുടെ കാര്യമൊക്കെ ശുദ്ധായി, അയാളൊന്നിലും ഇറങ്ങിയില്ല പരിപാടി. ഇപ്പോഴും നവോത്സോ ദ ശങ്കറുണ്ട് കോക്കനട്ട് ട്രീ. അതാണ് ഇപ്പോൾ അവസ്ഥ. ഇനി കേരള നമ്പൂതിരി ഫെഡറേഷൻ, അതാണ് ഈ തെക്കൻ മേഖലയുണ്ടായിരുന്നത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ പ്രവർത്തിച്ചിരുന്ന നമ്പൂതിരി കൂട്ടായ്മകളെ യോജിപ്പിച്ച് കേരള നമ്പൂതിരി ഫെഡറേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം കൊണ്ടു. അത് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. 1974 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നുള്ളൂ. 75ഓട് കൂടിയിട്ട് നമ്മൾ ഒന്നായി ഇന്നീ കാണുന്ന രൂപത്തിലുള്ള ഒരു സഭയായി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനൊന്നും നേരം നമുക്ക് കിട്ടിയില്ല. ശ്രീ മോനോട് കൃഷ്ണൻ നമ്പൂതിരി, വൈക്കം PN നമ്പൂതിരി, കണ്ണികുളങ്കരം ശങ്കരനാരായണൻ നമ്പൂതിരി, പെരുമ്പള്ളി EP നമ്പൂതിരി തുടങ്ങി ഒരു കൂട്ടം നമ്പൂതിരി യുവജനങ്ങൾ ചേർന്ന് അത് ഈ നമ്പൂതിരി ഫെഡറേഷൻ ഉണ്ടാക്കാനുണ്ടായ സാഹചര്യമാണ് ഇപ്പോൾ വിവരിക്കുന്നത് കേട്ടോ. വൈക്കം താലൂക്കിലെ നമ്പൂതിരി യുവജന സമാജം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതിൻ്റെ പ്രവർത്തനം തുടങ്ങി വരുന്ന സമയത്ത് 1974 ഏപ്രിലിൽ വൈക്കത്ത് നമ്പോഴില്ലത്ത് വെച്ച് നടന്ന വാർഷിക യോഗത്തിൽ സംസ്ഥാനത്തിൽ വ്യാപകമായി ഒരു ശക്തമായ സംഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. തുടർ പരിപാടികൾക്കായി ഡോക്ടർ GP നമ്പൂതിരി കൺവീനറായി ഒരു 9 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വൈക്കം PN അതുപോലെ തന്നെ അഴിയടം വിജയേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ 9 ആളിൽ അംഗങ്ങളായിരുന്നു. 1974 നവംബർ 9 വൈക്കം ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് ചേർന്ന് നടന്ന പൊതുയോഗത്തിൽ അഡ്വക്കേറ്റ് പടപ്പ നാരായണൻ നമ്പൂതിരി, എളങ്ങള്ളൂർ രാമൻ നമ്പൂതിരി, തിരുവല്ല PN നമ്പൂതിരി, GK ഹോരക്കാട് തുടങ്ങി പല പ്രമുഖരും പങ്കെടുത്തു. കൂടാതെ ആലുവയിൽ നിന്നും MNN നമ്പൂതിരി, തൃശ്ശൂരിൽ നിന്നും മൂർക്കന്നൂർ നാരായണൻ, വൈക്കത്ത് നിന്ന് KV നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പല പ്രദേശങ്ങളിൽ നിന്നും അതിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. 1975 ഏപ്രിൽ 25-ാം തീയതി KNFന്റെ പ്രഥമ വാർഷിക യോഗം നടന്നു. അന്നേ പ്രഥമ വാർഷിക യോഗം നടക്കുന്നുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചു 74-ലാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. അതിൽ വെച്ച് പാറക്കുന്നം നാരായണൻ നമ്പൂതിരി പ്രസിഡന്റ്, ആരാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്.
PNR, അതായത് നമ്മുടെ നേതങ്ങളൂർ രാമേട്ടൻ സെക്രട്ടറി, HMBN നമ്പൂതിരി ട്രഷറർ, MSS നമ്പൂതിരി ജോയിന്റ് സെക്രട്ടറി, അഡ്വക്കേറ്റ് പടപ്പ നാരായണ നമ്പൂതിരി ട്രഷറർ, PKP നമ്പൂതിരി, അരിയാടം വിജയൻ നമ്പൂതിരി, MN നമ്പൂതിരി, K ശ്രീധരൻ നമ്പൂതിരി എന്നിവർ അംഗങ്ങളുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോഴാണ് അതിനും ഒരു കേന്ദ്ര കമ്മിറ്റി വരുന്നത്. 1970 ഞാൻ ആ KNS ആദ്യം പറയാനുള്ള കാരണം KNSന്റെ കേന്ദ്ര സമിതി രജിസ്റ്റർ ചെയ്ത് 1970 വന്നു. പക്ഷേ 74 ഈ ഫെഡറേഷന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇത് നമ്മളിലേക്ക് ചുരുക്കുകയാണ്. 1975 മെയ് 18 പെരിങ്ങോട് പൂമള്ളി മനയിൽ വെച്ച് കേരള നമ്പൂതിരി ഫെഡറേഷന്റെയും കേരള നമ്പൂതിരി സമാജത്തിന്റെയും ഒരു സംയുക്ത നേതൃയോഗം നടന്നു. സംയുക്ത നേതൃയോഗം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വെറും 7 പേരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്. പൂമള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, PTV ഭട്ടതിരിപ്പാട്, കൂടല്ലൂർ വാസുദേവൻ എന്നിവർ KNSനെ പ്രതിനിധീകരിച്ചും പാറക്കുന്നം നാരായണൻ നമ്പൂതിരി, വൈക്കം BN നമ്പൂതിരി, പടപ്പ നാരായണൻ നമ്പൂതിരി, അഴിയേടം വിജയൻ നമ്പൂതിരി തുടങ്ങി 4 പേർ KNSനെ പ്രതിനിധീകരിച്ചും അങ്ങനെ ടോട്ടൽ 7 പേരായിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ അവരെടുത്തൊരു തീരുമാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ സമുദായാംഗങ്ങളെയും ഉൾപ്പെടുത്തി യോഗക്ഷേമ സഭ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ധാരണയായി. അതിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച തർക്കം വന്നത്. ഇത് അതിൽ ലയിക്കണം, ഇതിൽ ലയിക്കണം എന്ന് തർക്കം വരികയും അവസാനം അത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ അതിന്റെ വാലായി നമ്മൾ പ്രവർത്തിച്ചാൽ അതിനുള്ള എല്ലാ ബാധ്യതകളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. കാരണം ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ മംഗളോദയം ഒക്കെ പറയാൻ തുടങ്ങിയ വിവാദ വിഷയമായതുകൊണ്ട് അവർക്ക് കിടക്കാത്ത കാരണം എന്നൊക്കെ പലരുടെയും കയ്യിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മളിത് പറഞ്ഞാൽ ഒരു പക്ഷേ അയാളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാൻ വരും. യോഗക്ഷേമം പഞ്ചാംഗം വരെ ഇങ്ങനെ പലതും വന്നിട്ട് പഴയ യോഗക്ഷേമ സഭയുടെ നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സ്വത്തായിരുന്നു. അതൊക്കെ പിന്നീട് അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഈ പാട്ടഭൂമി കൈവശമായ മട്ട് അങ്ങനെയാണ്. നാളെ അങ്ങനെയൊക്കെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നിലമ്പൂർ കൊല്ലത്തെ ഭൂമിയൊക്കെ എനിക്കറിയാം. ഇത് അച്ഛനും മുത്തച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരേല പുകല കൊണ്ടേ കൊടുത്താലേ നീ ആ കണ്ണതൊക്കെ കൊണ്ട് കുറച്ചിട്ടിക്കോണം അന്നൊക്കെ ചൂണ്ടിപ്പണയെന്നുണ്ട് ഏർപ്പാടുണ്ട്. ഈ നാട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്കും ഒരു പക്ഷേ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. എന്തോ ഈ ഇതാനൊരു ഡിസംബറിലൊന്നും വിചാരിച്ചിരിക്കും നിങ്ങൾ. ചൂണ്ടിപ്പണയെന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടിയ സ്ഥലം ഇത് എങ്ങനെയാണോ അതിർത്തി പറയൽ എങ്ങനെയാണെന്നറിയും. ഇപ്പം നിലമ്പൂർ കൊല്ലത്തിൻ്റെയൊക്കെ അതിർത്തി പറയുന്നത് എങ്ങനെയാ വെച്ചാൽ പിന്നെ അവിടുന്ന് കിഴക്കോട്ടുള്ള നീരൊഴുക്ക് മുതൽ ഇങ്ങോട്ട് പടിഞ്ഞാട്ടുള്ള നീരൊഴുക്ക് വരെ വെള്ളം അടയ്ക്കാൻ വീണ് നോക്കിയിട്ട് അല്ലേ. അന്ന് അങ്ങനെയായിരുന്നു അതിർത്തി പറഞ്ഞിരുന്നത്. അത്രയും വിശാലമായിരുന്നു അല്ലേ വക്കീലെ? അങ്ങനെയായിരുന്നു. പഴയ ആധാരമൊക്കെ പരിശോധിച്ചാൽ കാണാൻ അങ്ങനെയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗക്ഷേമ സഭ എന്ന പേര് സ്വീകരിക്കണം. എന്നാ അറിയോ, ആ പഴയ ഭാണ്ഡം നമ്മൾ വേറേണ്ടതില്ല. നമ്മൾ വീഞ്ഞ് പഴയതാണെങ്കിൽ പോലും നിറയ്ക്കുന്നത് പുതിയ കുപ്പിയിലാണ് അല്ലേ. ആ കുപ്പിയാണല്ലോ, കുപ്പിയിൽ ലേബിളാണ് ഇപ്പോൾ നോക്കുന്നത്. എത്ര കാലം പഴക്കണ്ടെന്ന് ആർക്കറിയാം. ഇവിടെ ഇപ്പോൾ ഈ എക്സ്പയറി ഡേറ്റായ മരുന്ന് കമ്പനിക്കാരൊക്കെ ഉണ്ടോ. പിന്നെ അവസാനം തല്ലാൻ വരും. എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോണേ, ആരും എന്നെ ഉപദ്രവിക്കരുത്. കാരണം ഈ ശരീരം വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ എക്സ്പയറി ഡേറ്റുള്ള മരുന്നൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാറ്, പുതിയ കുപ്പിയിലിട്ട് പുതിയൊരു ലേബിളാ കിട്ടിയും. എന്നിട്ട് അതിലൊരു മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റിട്ട് വീണ്ടും നമ്മൾ അതിനെ കുടിപ്പിക്കാൻ തന്നെ. അല്ലാണ്ട് ഈ മരുന്നൊക്കെ നശിപ്പിക്കാൻ പോയാൽ അവർക്ക് മുതലാവോ? ഒരിക്കലും മുതലാവില്ല. അവനിതൊക്കെ വേറെ കുപ്പിയിലാക്കി തരാം എന്ന പോലെ നമ്മൾ ആ യോഗക്ഷേമ സഭ തന്നെയാണ്. പക്ഷേ എങ്കിലും നിറച്ചത് യോഗക്ഷേമം എന്ന ഒരു പുതിയ കുപ്പിയിലായിരുന്നു. അതാണ് ആ പുതിയ കുപ്പിയുടെ 50ാം വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അതിൽ ഒട്ടും ജാഗ്രത വേണ്ട. 25ാം വാർഷികം ഗംഭീരമായി ആഘോഷിച്ചതും ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ വെച്ച. അത് കഴിഞ്ഞ് 1975 ഡിസംബർ 21 നമ്പൂതിരി വിദ്യാലയത്തിൽ വെച്ച് ചേർന്ന സംയുക്ത യോഗം മുൻ ധാരണകൾ അംഗീകരിച്ചു. കാരണം അന്ന് നേതാക്കളായ 7 പേര് മാത്രം അംഗീകരിച്ച ഒരു കാര്യം പോരല്ലോ. നമ്മളൊരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അടുത്ത് വരാൻ പോണ ക്ലാസ്സിൽ പറയാൻ പോണ കാര്യം. കാരണം സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സംഘടനാ തത്വം പാലിക്കണം അല്ലേ. ആ സംഘടന എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡി തീരുമാനിക്കണം. അതുകൊണ്ട് തന്നെ 76 ഡിസംബർ 21 വിദ്യാലയത്തിൽ വെച്ച് രണ്ടിന്റെയും സംയുക്തമായ ഒരു പൊതുയോഗം വിളിച്ചു. ആ പൊതുയോഗത്തിൽ വെച്ചാണ് ഈ പൂമുള്ളി വെച്ചുണ്ടായിരുന്ന ധാരണ അംഗീകരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ ഏകീകരിച്ച യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനം അല്ലെങ്കിൽ 1ാം സമ്മേളനം നമ്പൂതിരി വിദ്യാലയത്തിൽ വെച്ച് നമുക്ക് 28/3/76 നടത്താമെന്ന് തീരുമാനിക്കുകയും അതിന്റെ ഈ ജനറൽ കൺവീനറായി നമ്മുടെ നിങ്ങളുടെ നാട്ടുകാരൻ ടീച്ചർ കുഞ്ഞനും പോരിപ്പാട് അവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ്
28 മാർച്ച് 1976, അതായത് 76 മാർച്ച് 28 നമ്പൂരി വിദ്യാലയത്തിൽ ചേർന്ന വാർഷിക യോഗത്തിൽ യോഗക്ഷേമ സഭയുടെ നിയമാവലി അംഗീകരിക്കുകയും അതുപ്രകാരം തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. കുമളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റ്, ഡി നാരായണമൂർത്തി വൈസ് പ്രസിഡന്റ്, പാറക്കുന്നം നാരായണൻ നമ്പൂതിരി ജനറൽ സെക്രട്ടറി, VTV ഭട്ടതിരിപ്പാട്, PE കൃഷ്ണൻ നമ്പൂതിരി, EN രാമൻ നമ്പൂതിരി ജോയിന്റ് സെക്രട്ടറിമാർ. ഞാനിത് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമില്ല, ഇത് ചെറു തെറ്റിദ്ധാരണയുടെ ഭാഗമാണ്. അടുത്തൊരു കാലഘട്ടത്തിലാണ് ചെമ്പുക്കാവനൊക്കെ അറിയാത്ത ചരിത്രം. ഇവിടെ വിവാദപരമായ വിഷയമാണ്, അതിലേക്ക് ആഴത്തിൽ കിടക്കുന്നില്ലെങ്കിലും ശങ്കര ട്രസ്റ്റിന്റെ ഒരു നോട്ടീസ് അടിച്ചപ്പോൾ കക്കാട് പരമേശ്വരൻ നമ്പൂതിരി മുൻ ജനറൽ സെക്രട്ടറി എഴുതിപ്പോയി. ഇവിടെ പലർക്കും ചോദിച്ചാൽ ജനറൽ സെക്രട്ടറി യോഗക്ഷേമ സഭ ഉണ്ടാക്കിയത് ഞങ്ങൾ 16 ബൈലോ അമെന്റ് ചെയ്തപ്പോഴേ ഇങ്ങനെ സാധനം ഉണ്ടായുള്ളൂ. അതുവരെ സെക്രട്ടറി ആയിരുന്നു വിശ്വസിച്ചിരുന്ന ഒരുപാട് മൂഢന്മാരെ ഇപ്പോഴും നമ്മുടെ സമുദായത്തിലുണ്ട്. തീർച്ചയായിട്ടും പാറകുന്നം നാരായണൻ നമ്പൂതിരി 76 ഉണ്ടാക്കിയപ്പോഴും പേരെന്താ അറിയോ? ജനറൽ സെക്രട്ടറി. നിങ്ങൾ ധരിക്കണം, അന്ന് വാട്സപ്പിൽ കണ്ടമാണ് എന്നെ പോലെയോ ഞാനതിന് മറുപടി ചെയ്തില്ല. ഇയാൾ എവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്? ജനറൽ സെക്രട്ടറി ഉണ്ടാക്കിയത് 16 ബൈലോ അമെന്റ്മെന്റിന് ശേഷമാണ്. അതുകൊണ്ട് സെക്രട്ടറി എന്ന് എഴുതാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടമാനം തേച്ചു. പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. പക്ഷേ ചരിത്രം നിങ്ങൾ ധരിക്കണം, അങ്ങനെയല്ല. കുമളി നിലനിന്നമ്പൂരി പ്രസിഡന്റ്, ഡി നാരായണൻ പോറ്റി തിരുവനന്തപുരത്തുകാരനാണ്, അദ്ദേഹം കരിമാനൂർക്കാരനാണ്. അദ്ദേഹം വൈസ് പ്രസിഡന്റ്, പാറക്കുന്നം നാരായണൻ നമ്പൂതിരി റിട്ടയർഡ് ജഡ്ജി, അദ്ദേഹം ജനറൽ സെക്രട്ടറി. PTV ഭട്ടതിരിപ്പാട് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. PE കൃഷ്ണൻ നമ്പൂതിരി ഇന്നില്ല, പയ്യന്നൂർക്കാരനാണ്. EN രാമൻ നമ്പൂതിരി ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു. അഡ്വക്കേറ്റ് പടപ്പ നാരായണൻ നമ്പൂതിരിപ്പാടും അദ്ദേഹം ഇന്നില്ല. വക്കം PN നമ്പൂതിരി നമ്മുടെ ഒപ്പമുണ്ട്. ശ്രീധരൻ നമ്പൂതിരിയും ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. അത്ര എനിക്ക് പറയാൻ സാധിക്കും. തുടങ്ങി 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. അങ്ങനെ 76 ഏപ്രിൽ 7 ബൈലോ അംഗീകരിച്ച പോരല്ലോ, പിന്നെ ഇത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഏപ്രിൽ 7 തൃശ്ശൂരിൽ ഇത് കൊച്ചി ശാസ്ത്ര സാഹിത്യ ധർമ്മ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആ വകുപ്പ് അനുസരിച്ച് നമ്മളിത് രജിസ്റ്റർ ചെയ്യും. ഇതിന്റെ കാലാവധി 3 വർഷമായിരുന്നു. പിന്നീട് നമ്മൾ 1 വർഷമാക്കി. വീണ്ടും അത് ഇപ്പോൾ മുഷികസ്ത്രീയായ അവസ്ഥയിലാണ്. ഇപ്പോഴും 3 വർഷമായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അതിലേക്ക് കാലങ്ങളൊക്കെ വേണമെങ്കിൽ പറയാൻ രീതിയില്ല. ഓരോ കാലത്തുണ്ടായ ബൈലോ അമെന്റ്മെന്റിന്റെ കൊല്ലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം കിടക്കുന്നില്ല. തൃശ്ശൂർ വെച്ച് തന്നെയായിരുന്നു സഭയുടെ ആ 3 വർഷവും തൃശ്ശൂർ വെച്ച് തന്നെയായിരുന്നു സംസ്ഥാന സമ്മേളനം നടന്ന് പ്രധാനമായ ആദ്യകാലത്തെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം മൊത്തം സംസ്ഥാനത്ത് മുഴുവൻ കാസർഗോഡുള്ള തിരുവനന്തപുരം വരെ ഇത് വ്യാപിപ്പിക്കുക എന്നായിരുന്നു. പക്ഷേ ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന 5 ജില്ലകൾ ജില്ലാ കമ്മിറ്റിയും ഏതാണ്ട് 1000-ൽ താഴെ അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. 1978 യോഗക്ഷേമ മഹാസഭ മുഖപത്രമായിരുന്ന കേരള യോഗക്ഷേമ സഭയുടെ മുഖപത്രമായി അംഗീകരിച്ചു. നിർഭാഗ്യവശാൽ അധികം താമസിയാതെ അതിന്റെ പ്രവർത്തനം നിന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എഴുത്തരം 3000 രൂപ അയലിക്കാട്ടെ ഈ അമ്മിണി അന്തർജനത്തിന്റെ കൊലപാതകത്തിന്റെ കേസ്, അതൊക്കെ ഈ പുസ്തകം എഴുതി വരുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഒരു 4 പേജുള്ള ഒരു ചാപ്റ്ററിനകത്താണ്. അതിന് മാത്രം പറയാനുണ്ട്. കാരണം ഒരു നട്ടുച്ച നേരത്ത് നടുറോഡിന് വയലിലൂടെ പോകുന്ന നടുറോഡിന്റെ ഇത് വെച്ചിട്ടാണ് ഇതിനെ വെട്ടിക്കൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് KM മാണി ഇതൊരു അഭിസാരികയായിരുന്നു എന്ന് പ്രസ്താവന നടത്തി. നമ്മളെ യോഗക്ഷേമ സഭ ശക്തമായി ഇതിന് പ്രതികരിച്ചു എന്ന് മാത്രമല്ല, അത് അവസാനം KM മാണി നമുക്ക് ലെറ്റർ അയച്ചു. ആ ലെറ്ററിന്റെ കോപ്പി വരെ നമ്മുടെ യോഗക്ഷേമം തൃശ്ശൂരിൽ നിറങ്ങുന്ന യോഗക്ഷേമ മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. KM മാണി അതിന് ഖേദം രേഖപ്പെടുത്തിക്കൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് യോഗക്ഷേമ സഭയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരുന്ന പാറകുന്നത്തിന് എഴുത്തിന്റെ കോപ്പി ആ ഇത് പ്രസിദ്ധീകരിച്ച് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ രൂപത്തിൽ വല്ല സമര പോരാട്ടങ്ങളെന്ന് നടത്തിയാണ്. ഞാൻ അതിന്റെ വിശദ വശങ്ങളിലേക്ക് കിടക്കുന്ന എഴുതാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കഴിഞ്ഞ പോലെ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. പറയുകയാണെങ്കിൽ ഒട്ടനവധി പറയേണ്ടി വരും. കാരണം ആ കാലഘട്ടത്തിലുണ്ടായ കുറേ ചരിത്രങ്ങളുണ്ട്. പലിശ്ശേരി അവണിശ്ശേരി സഭയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്തുണ്ടായിരുന്ന കുറേ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ആ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെയൊക്കെ അവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് ഉറക്കനെ പറയാൻ പറ്റില്ല, മൈക്കെട്ടാണ്ട് പറയേണ്ട കേസാണിത്. മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ NSSക്കാർ യോഗത്തിൽ പോയി പറയുക, അവർ കൊട്ടുമ്പോഴൊക്കെ ആയിട്ട് വരിക, പരിപാടിയൊക്കെ നടത്തുക. അത് കഴിഞ്ഞാൽ അവർക്ക് പിണ്ടത്തിൻ്റെ അന്നോ തലേ ദിവസമായിട്ട് ഒരു വാട്ടല്ല സദ്യ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒരു സംഭവകാശം ഉണ്ടായിരുന്നു. അത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്തായെന്നറിയോ, അത് പോരാ കാശടയ്ക്കണതായി. അങ്ങനെ ഇനിയിപ്പോൾ കടലാസൊന്നും വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞു കാശടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ
കുടുംബത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു നിർധന കുടുംബത്തിൽ ഒരാൾ മരിച്ചപ്പോൾ പൈസ അടച്ചാലേ ഞങ്ങൾ വെട്ടിക്കൂട്ടാൻ വരുള്ളൂ, ഒരു ഉമേഷക്കാരൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വെക്കണ്ട, നമുക്ക് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ കൂടി ഇത് ക്രിമേഷൻ തുടങ്ങി, വെട്ടിക്കൂട്ടാൻ തുടങ്ങി. ഇവരൊരു സംഘം അതിനെ എതിർക്കാൻ വന്നു. സ്വസിദ്ധമായ ആ മലപ്പുറക്കാരൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഇത് ഒന്നിനെ ചൂടാനാണ് ഈ വർഗുണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങളൊരു 10 കൂടി വെട്ടിക്കൊന്ന് അതിലിട്ടാലും വെണ്ണീരാവുന്ന ഉറപ്പാണ്. അങ്ങനെയായിരുന്നു അത് നടത്തിയത്. അതങ്ങനെ കുറച്ച് കാലം നടന്നു. അതിന് ഈ കീറാൻ പേണും കൂടൊക്കെ മേടിച്ചുണ്ടാക്കി ഇന്നും ഓഫീസിലേക്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പിന്നെ ശിവദാസൻ മാഷ, അതായത് കൗണിശ്ശേരി ഉപസഭയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ എളിയവനം വരെ പങ്കെടുക്കാനുള്ളൊരു അവസരം വന്നു. ആ സമയത്ത് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നും ഓഫീസിലിരിക്കേണ്ട ഒരവസ്ഥ. സന്തോഷം തോന്നി, ഉണ്ടല്ലോ അവിടെ. അത് കഴിഞ്ഞ് ഇതേമാതിരി ഞാനിപ്പോൾ പറഞ്ഞു വന്ന യുഗാന്തരത്തിലേക്കാണ്. അന്ന് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് തീരുമാനിച്ചു, ഈ ഇല്ലങ്ങളുടെ ഭൂമി മുഴുവൻ വെറുതെ എടുക്കാം അല്ലേ. അന്നൊക്കെ ഇല്ലെങ്കിൽ ഇന്നും അന്നും തൊട്ട് നമ്മൾ പഴയ കാലം പറഞ്ഞ് വിടുമൊന്നും വേണ്ട, ഇന്നും അതിൻ്റെ സ്ഥിതി. ഇല്ലപ്പറമ്പ് വേറെ കണ്ടറിയും. നമ്മളൊരു ബസ്സിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ വഴിക്കലേ ഒരു കാടും പടലുമായിട്ടൊരു പറമ്പ് കണ്ടാൽ ആലോചിക്കുക, ഇത് ഏതില്ലത്തേന്ന് ചോദിച്ചാൽ മതി. ഇതില്ലപ്പറമ്പാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതാണ് അവസ്ഥ. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് പോരാ, നമ്മൾ ചെറുപ്പക്കാർ ഗ്രൂപ്പ് ഫാമിങ് തുടങ്ങുക. സർക്കാർ ഗ്രൂപ്പ് ഫാം തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്താട്ടോ. അപ്പം ഞാൻ നേരത്തെ ഉണ്ണിയപ്പോൾ ഒരു പണ്ട് ചരിത്രം പറഞ്ഞ മാതിരിയാണ്, ഏത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കഥ പറഞ്ഞ മാതിരി ഈ സർക്കാർ ഗ്രൂപ്പ് ഫാം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമില്ല, നമുക്ക് ഈ സ്ഥലത്ത് നമുക്കൊക്കെ കൂടി കൃഷി ചെയ്യാം, എന്തെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പോൾ ഒരു ഇല്ലക്കാരനും ഒന്നും വേണ്ട, നിങ്ങൾ ഈ കാട് വെട്ടി എന്തെങ്കിലും ചെയ്താൽ മതി. അങ്ങനെ സന്നദ്ധ പ്രവർത്തകരായിട്ട് ഞങ്ങൾ കുറേ ദിക്കിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു നമ്മുടെ അമ്മാത്ത പറമ്പും അതുപോലെ തൊട്ടടുത്ത പറമ്പൊക്കെ കളയ്ക്കുക. നമുക്ക് അവിടെയൊക്കെ പറമ്പ് കളാന്ന് വിൽപ്പണിയുണ്ട്. അതുപോലെ നനയ്ക്കാൻ ഈ അണിയിലൊക്കെ കയറി വെള്ളം നനയ്ക്കുന്ന സംവിധാനം ഉണ്ടാക്കുക. ഇതൊക്കെ ഞങ്ങൾ ഏറ്റെടുപ്പിക്കാൻ തുടങ്ങി. 1971 ഗുരുവായൂർ തെക്കേനടയിൽ നമ്മൾ 17 സെന്റ് സ്ഥലം വാങ്ങിച്ചു. ആസ്ഥാന മന്ദിരത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സമയത്ത് ദേവസ്വം ആ സ്ഥലം അക്വയർ ചെയ്തു. അതിന് കിട്ടിയ പൊന്നുമലയിലെ കൊല്ലിയന്നൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റും ശ്രീകുമാർ താമരപ്പള്ളി സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഗുരുവായൂരിൽ തന്നെ ഔട്ടർ റിംഗ് റോഡിന്റെ തൊട്ടടുത്ത് ഒരു 8 സെന്റ് സ്ഥലം ഒരു പെരയുണ്ടായിരുന്നില്ല, അത് വാങ്ങിച്ചു. അതിൽ ഇന്നീ കാണുന്ന രൂപത്തിലുള്ള അതിഥി മന്ദിരം നിർമ്മിച്ചു. 16/4/2005 തറക്കല്ലിടുകയും 2007 മെയ് 11 അന്നത് ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 11 നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇക്കാലത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയോട് ചേർന്ന് ഫ്ളാറ്റിൽ കെട്ടിടത്തിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുവാനും സാധിച്ചു എന്നെടുത്ത് പറയട്ടെ. പല കാലങ്ങളായി സർക്കാരിലേക്ക് നിവേദനങ്ങൾ സമർപ്പിക്കുകയും തീരുമാനങ്ങൾ ഒന്നും ആകാത്തതിന് 2010 ജൂലൈ 7 സെക്രട്ടേറിയറ്റിലേക്ക് വമ്പിച്ച പ്രകടനവും ധർണയും നടത്തി. അന്നേ ദിവസം തന്നെ എറണാകുളം, കോഴിക്കോട് എന്നീ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ പ്രകടനവും ധർണയും നടത്തുകയുണ്ടായി. ഒരേ സമയത്ത് ഒരേ ദിവസം ഈ 2 കളക്ടറേറ്റുകളുടെ മുമ്പിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും വിജയകരമായി നടത്താൻ നമുക്ക് സാധിച്ചു. അതിനുശേഷം 2011 ജനുവരിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാരെതിരെ കൈക്കൊള്ളുന്ന നിഷേധാത്മക നിലപാടിന് എതിരായി ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ മുഴുവൻ യോഗക്ഷേമ സഭയുടെ നിർവാഹക സമിതി അംഗങ്ങളും ഏകദിന ഉപവാസം നടത്തി. ഒരു ദിവസം മൊത്തമായി അവിടെ ഉപവസിക്കാൻ നമുക്ക് സാധിച്ചു. പിന്നെ 1983 ജൂൺ 14 കിളിമാനൂരിൽ തിരുവിതാംകാവ് ക്ഷേത്രവും അതിൻ്റെ 30 ഏക്കർ സ്ഥലം നമുക്ക് തന്നു. യോഗക്ഷേമ സഭയ്ക്കാണ് ആ സ്ഥലം തന്നത്. അത് നമ്മളെന്ത് ചെയ്തു അറിയാം, നമ്മളെ കൊണ്ടൊന്നും നടത്താൻ പറ്റില്ല എന്നുള്ള സാഹചര്യം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പുമായ ശ്രീ ശങ്കരാദാസിന് കൈമാറുകയും അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഒരു സ്വാശ്രയ കോളേജും തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ 4 വർഷമായിട്ട് നമുക്ക് അവിടെ ഒരു എയ്ഡഡ് കോളേജും കിട്ടി. അതും നടന്നു വരുന്നു, ഭംഗിയായിട്ട് നടന്നു വരുന്നു. 86 ഗുരുവായൂർ വെച്ചിട്ട് ഗംഭീരമായിട്ടൊരു ഇത് നടത്തുണ്ടായി, അത് യുവജന കൺവെൻഷൻ നടത്തുന്നുണ്ടായി. ആ ഘട്ടത്തിൽ വെച്ചിട്ട് ഡോക്ടർ മോർഗർണ നാരായണനെ യുവജന സഭാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇനി പ്രസിദ്ധീകരണ വിഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യം 78 ഒക്കെ ചുരുക്കം കേട്ടോ, കേരള യോഗക്ഷേമം എന്ന് പറഞ്ഞ മാസിക തുടങ്ങി. പിന്നെ 79 യോഗക്ഷേമ മാസിക തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി. പിന്നെ 87 ആയപ്പോഴേക്കും അത് കഴിഞ്ഞ് മറ്റൊന്ന് വന്നു, യോഗക്ഷേമ ധ്വനി എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് കുറേ കാലം പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അത് എറണാകുളത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ബാലനാരായണ മോസിൻ്റെയൊക്കെ എഡിറ്റോറിയൽഷിപ്പിൽ അത് നടന്നു. അത് കഴിഞ്ഞ് അതും നിന്നുപോയി. പിന്നെ അല്പകാലം യോഗക്ഷേമ ന്യൂസ് എന്ന് പറഞ്ഞ് ഒരു ഇത് നടന്നു. പിന്നീട് പല ജില്ലകളിലും പല പേരിലും ജില്ലാ പ്രസിദ്ധീകരണങ്ങൾ നടന്നു. അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്തായി
യോഗക്ഷേമധ്വനി പുനരാരംഭിച്ച് പ്രവർത്തനം നടത്തി വരുന്നു. ഒരുപാട് പറയാൻ ഞാൻ ആ പേജിലേക്കൊന്നും കിടക്കുന്നില്ല. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരാലോ. ഇന്നിപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് പറയുക, അതൊക്കെ നിങ്ങൾ കേൾക്കുക പഠിക്കുക, ഇതല്ലല്ലോ അർത്ഥം. എന്നിലും തെറ്റുകൾ പറ്റാം. ഇത് മുഴുവൻ ശരിയാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടറിയോ, ഇതൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞും പഠിച്ചറിഞ്ഞും വായിച്ചറിഞ്ഞുമുള്ള വിവരങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച അല്പം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതിൽ കൂടുതൽ ഇനി പറയാൻ കിടക്കുന്നുണ്ട്. ഏതാണ്ട് എൻ്റെ മോഹം സഫലമാകുകയാണെങ്കിൽ ഈ 50-ാം വാർഷികത്തിന്റെ അവസാനത്തോടുകൂടിയെങ്കിലും ഇതൊക്കെ കൂടി ഒരു ചരിത്ര പുസ്തകമായി പ്രിന്റ് ചെയ്ത് നിങ്ങളിൽ എത്തിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇത്തരം കടലാസുകൾ ഒരു 400 കടലാസ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന്ന് പ്രസക്ത ഭാഗങ്ങൾ മാത്രം എഴുതിയെടുത്തൊരു 16 പേജുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നമുക്ക് ഈ ഹിരൺമയത്തിന്റെ അവസാനത്തോടു കൂടിയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹവും ആശംസകളും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായാൽ അത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആരോഗ്യം സംബന്ധിച്ചാൽ. അതുപോലെ മറ്റൊരു പ്രവർത്തനവും ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇത് പഴയകാല പ്രവർത്തകരുമായിട്ട് സംവദിച്ചുകൊണ്ട് 76 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ നമ്മളെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അതുപോലെ മൺമറഞ്ഞവരുമായ ആൾക്കാരെയൊക്കെ ഒന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ട് നമുക്കൊരു ഇന്റർവ്യൂ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഡീറ്റലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഇതിന്റെ അവസാന കാലഘട്ടത്തോട് കൂടിയിട്ട് നമുക്കൊരു ഡോക്യുമെന്ററി പേരയക്കാറുള്ളൂ, ഡോക്യുമെന്ററി ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഞാൻ നിർത്തുന്നു. ഇനി നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി തരാം. വളരെ സുത്യർഹമായ രീതിയിൽ 3 ഘട്ടങ്ങളായിട്ട് 1908 മുതൽ 48 വരെയും 48 മുതൽ 76, 75 വരെയും 76 വരെയും പിന്നെ ഇതേവരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. തൃശൂർ ജില്ലാ ഹിരൺമയത്തിന്റെ ഉദ്ഘാടനത്തിന് VT ഭട്ടതിരിപ്പാട് കുറൂർ അനുസ്മരണം നടത്തി. കുറൂരിനെ പറ്റി അനുസ്മരിക്കാൻ ആ പ്രഭാഷക അനവധി തെരഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റിയിട്ടുള്ളത്. എന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു അങ്ങ് അഭിനവ ശങ്കരാചാര്യരാണ് കുറൂർ ഉണ്ണിനമ്പൂരിപ്പാട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം പരമാവധി സംഘടിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവണം. യോഗക്ഷേമ സഭ എന്നത് പ്രസിദ്ധീകരിക്കണം. അതിനൊരു ചുമതലയും കൂടി അങ്ങ് ഈ വേദിയിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. പഴയ ഉണ്ണി നമ്പൂതിരികളൊക്കെ ഒന്ന് മറച്ചു നോക്കി. അതിൽ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഉണ്ണി നമ്പൂതിരിപ്പാടിനെ പറ്റി. എന്തായാലും ഞാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ ഇറക്കുന്ന പുസ്തകത്തിലെങ്കിലും ഒരു അധ്യായം ഈ ഉണ്ണി നമ്പൂതിരിപ്പാടിന് വേണ്ടി മാറ്റിവെക്കാം എന്ന് മാത്രം ഉറപ്പുവരികയാണ്.